ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ് ആപ്പ്. ഞാൻ എം ജെ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ പാർട്ട് 4 എന്നല്ലടാ 4 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ 3 ഷുവർ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആഡ് ചെയ്താൽ നമുക്ക് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാർട്ട് ഒരിക്കലും മിസ്സാക്കാതെ കാണുക. ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകുക. കാരണം ഇതാണ് ഇതിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ടീച്ചർമാരുണ്ടല്ലോ, അതിലുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മുന്നത്തെ പാർട്ടുകൾ കാണാതെയാണ് നിങ്ങൾ ഇത് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് വർക്ക് ഒന്ന് കണ്ടിട്ട് വരിക. എനിക്കറിയാം വീഡിയോ ഒക്കെ വളരെ ലെങ്താണ്, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അധികം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിക്കുക, അതിൻ്റെ ബാക്കിയൊക്കെ ഒന്ന് കാണാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യും, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ പാർട്ട് 4 ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇലക്ട്രിക് ഡൈപോൾ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, 2 ഈക്വലും ഓപ്പോസിറ്റ് ചാർജസ് നിങ്ങൾക്ക് ഞാൻ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുകയാണ്, ഒരു നെഗറ്റീവ് ചാർജ് എടുക്കുകയാണ്. എന്താണ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും എടുക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ പഠിച്ചോ, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താണ്, ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോർ ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ, എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്താണ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരക്കേണ്ടത് അറിയോ, ഞാൻ വരച്ചതില്ല. പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള 2 എണ്ണം, ഒന്ന് തന്നെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുന്നു, എത്ര എണ്ണം പോകുന്നു അത്ര എണ്ണം അവിടെ എത്തണം എന്നുള്ള അത് വരച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ അതിന് മുന്നേ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഒന്ന് 2 കൂളംബ് ആവണമെങ്കിൽ ഒന്ന് മറ്റേത് -2 കൂളംബ് ആവണം. രണ്ടും എന്താണോ, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണം, പക്ഷെ ചാർജിൽ എന്താണോ വ്യത്യാസം ഉണ്ടാവണം. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണം, ചാർജിന്റെ എന്താണോ സിമ്പലിൽ വ്യത്യാസം ഉണ്ടാവണം. ഒന്ന് 3 കൂളംബ് ആവണമെങ്കിൽ മറ്റേത് -3 കൂളംബ്. അങ്ങനെയുള്ള 2 ചാർജസിന് എന്ത് ചെയ്യുക, ചെറിയ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. രണ്ടാളെ കുറച്ച് ഡിസ്റ്റൻസിൽ മാറ്റി വെക്കുക. അതായത് നമ്മൾ നോക്കുക, എന്താണ്, ഒരു -Q ചാർജ് ഉണ്ട്, ഒരു +Q ചാർജ് ഉണ്ട്. ഇവരെന്ത് ചെയ്യുക, ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നിർത്തുക. ആ ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കും, സാധാരണ നമ്മൾ ആ ഡിസ്റ്റൻസിന് എന്തായാലും എടുക്കുക, R ആയിട്ട് എടുക്കുക. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുന്നത് ആ ഡിസ്റ്റൻസിന് മൊത്തത്തിൽ 2a ആയിട്ടാണ്. മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്, 2a ആയിട്ട് എടുക്കുക. എന്തുകൊണ്ട് 2 ആയിട്ട് എടുത്തത്, എന്തുകൊണ്ട് ഇവിടെ -വെച്ചു ഇവിടെ +വെച്ചു, ഇങ്ങനെ തന്നെ നിങ്ങൾ എടുത്ത് പഠിക്കണം. ഇലക്ട്രിക് ഡൈപോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് നെഗറ്റീവും പിന്നെ പോസിറ്റീവും വെക്കണം ഇലക്ട്രിക് ഡൈപോളിന്റെ കാര്യത്തിൽ. കാരണം അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആക്കി എടുക്കണം. പകുതി എയും മറ്റേ പകുതി എയും, അങ്ങനെ 2a ആക്കി എടുക്കണം. അതെന്താ അങ്ങനെ, അതാകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കുറെ ഡെറിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 2a എടുക്കും, a ആക്കി എടുക്കും, ആദ്യം -Q എടുക്കും, പിന്നെ +Q എടുക്കും. അപ്പോൾ ഈ മൊത്തം സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയാ, ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ എന്താ ഇലക്ട്രിക് ഡൈപോൾ, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഒന്ന് -Q ആണെങ്കിൽ മറ്റേത് +Q, ഒന്ന് -2 ആണെങ്കിൽ മറ്റേത് +2, ഒന്ന് -3 ആണെങ്കിൽ മറ്റേത് +3. അങ്ങനെയുള്ള 2 ചാർജസിനെ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, കുറച്ച് അകലത്തിൽ വെക്കുന്നതിനെ പറയുന്ന പേരാണ്, ഈ മൊത്തം സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇനി എന്താണ് ഡൈപോൾ മൊമെന്റ്? ഇലക്ട്രിക് ഡൈപോളിന്റെ ശക്തി കാണിക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഡൈപോൾ മൊമെന്റ്. എന്താണ്, ഇലക്ട്രിക് ഡൈപോളിന്റെ എത്രത്തോളം ശക്തി ഉണ്ട്, അവർ തമ്മിൽ എത്രത്തോളം ഫോഴ്സ് ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു എന്താണ് ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ സിമ്പൽ എന്ന് പറയുന്നത് P ആണ്. ഡൈപോൾ മൊമെന്റ് എന്താണ്, P എന്ന് പറഞ്ഞ ഇലക്ട്രോണെ സൂചിപ്പിക്കുക. അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം അതിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഡൈപോൾ മൊമെന്റിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. ഡൈപോൾ മൊമെന്റിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്ഷനും കൂടി ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞുതരാം, ഇതൊന്നും ആരും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട്. അപ്പൊ ഡയറക്ഷൻ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം. അപ്പൊ എന്താ ഡൈപോൾ മൊമെന്റ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു -Q ചാർജ് എടുക്കുകയാണ്, ഒരു +Q ചാർജ് എടുക്കുകയാണ്. ഇവർ ചെറിയ ഡിസ്റ്റൻസിൽ, അതായത് 2a ഡിസ്റ്റൻസിൽ, സെന്റർ ആണെങ്കിൽ a ഡിസ്റ്റൻസിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ, 2a ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ ഇതാണ് എന്ത്, ഇലക്ട്രിക് ഡൈപോൾ. ഈ ഡൈപോളിന്റെ എന്താണ് ഡൈപോൾ മൊമെന്റ്, ഈ ഡൈപോളിന്റെ ശക്തി കാണിക്കാനുള്ള ഒരു സംഭവമാണ് ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇവർ ഡൈപോൾ മൊമെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂടാ. എന്താണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, എന്താണ്, ഈ ഡിസ്റ്റൻസിനാണ് ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത്. എന്താ പറയണം നോക്കിയോ, ഈ 2a എന്താണ്, ഡൈപോൾ ലെങ്ത് ആണ്. ഈ 2a വിളിക്കുന്ന പേരെന്താണ്,
ഡൈപോൾ ലെങ്ത് എന്നാ പറയാ. ഡൈപോളിന്റെ ഡിസ്റ്റൻസിന് എന്താ പറയാ? ഡൈപോൾ ലെങ്ത്. അപ്പൊ ഈ ഡൈപോളിന്റെ ലെങ്ത് അത് ചിലപ്പോൾ 6 നിങ്ങൾ എടുത്തെങ്കിൽ 6. ഇവിടെ ഞാൻ 2a ആക്കി എടുത്തോണ്ട് 2a ഇൻറ്റു ഇവരുടെ ചാർജ്. അപ്പൊ ആരുടെ ചാർജ് എടുക്കണം? ഇവൻ -2 കുളമ്പാണ്, ഇവൻ +2 കുളമ്പാണ്. ഇവിടുത്തെ മൊത്തം ചാർജ് എത്ര? അത് 0 ആണ്. കാരണം ഈ -2 കുളമ്പ് +2 കുളമ്പ് ചേർത്ത് 0 ആയി പോകും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഇതിൽ ആര് ചാർജ് എടുക്കണം? രണ്ടുപേരുടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണല്ലോ. ആ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. ഇവിടെയുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? Q. അപ്പൊ അത് എടുത്താൽ മതി. അപ്പൊ എന്താണ് ഡൈപോൾ മൊമെന്റ്? നോക്കിയേ, ഡൈപോൾ മൊമെന്റ് ഈസ് ദ പ്രോഡക്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ്. ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡൈപോൾ ലെങ്ത്, ആ ഡൈപോളിന്റെ ലെങ്ത്തും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്തെന്ന് വിളിക്കുക? എന്താണ് വിളിക്കുക? ഡൈപോൾ മൊമെന്റ്. ഇനി ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് ഒന്ന് നോക്കിയേ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. 2 ഡിസ്റ്റൻസ്, 2 വലിയ യൂണിറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിന്റെ മീറ്റർ എന്താ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. ചാർജിന്റെ യൂണിറ്റ് കൂളം. മീറ്റർ കൂളം അല്ലെങ്കിൽ എന്ത് പറയുക? കൂളംബ് മീറ്റർ. ഇതെന്താ വായിക്കുക? സെന്റിമീറ്റർ എന്ന് വായിക്കരുത്, കൂളം മീറ്റർ എന്ന് തന്നെ വായിക്കണം. ഓക്കെ, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിയേക്കാം. എന്താണ്? കൂളംബ് മീറ്റർ. കൂളം മീറ്റർ ആണ് എന്താണ്? കൂളം മീറ്റർ ആണെന്ത്? ഇതിന്റെ യൂണിറ്റ്. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും. ഓക്കെ, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ. നെഗറ്റീവിൽ തുടങ്ങി ടു എവിടുന്നാണ്? പോസിറ്റീവിൽ അവസാനിക്കും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഈ ഡൈപോളിന്റെ, ഇലക്ട്രിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടാ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടാ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അതായത് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ ഉണ്ടാവുക ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടുണ്ടാവുക? ഇങ്ങോട്ടുണ്ടാവുക, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. പക്ഷെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് എന്തുണ്ടാവുക? നമ്മുടെ എന്തുണ്ടാവുക? ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക. അപ്പൊ എന്താ ഇലക്ട്രിക് ഡൈപോൾ? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിനെ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ച്, ചെറിയ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ ശക്തി കാണിക്കാനുള്ള ക്വാണ്ടിറ്റി ആണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ചാൽ അവരെ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് ഇൻറ്റു അവരുടെ ഒരാളുടെ മാഗ്നിറ്റ്യൂഡ്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്. പിന്നെന്താണ്? ആദ്യം നമ്മൾ -Q വെക്കണം, പിന്നെ +Q. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം +Q വെക്കും, പിന്നെ -Q വെക്കും. പക്ഷെ ഒരു കാര്യമായിട്ടില്ല, അവർ തമ്മിൽ ഡിസ്റ്റൻസ് എപ്പോഴും 2a ആണ്. പകുതി ഡിസ്റ്റൻസ് ഈ 2a വിളിക്കുന്ന പേരാണ് ഡൈപോൾ ലെങ്ത്. പിന്നെ സിമ്പിൾ UP ആണ്. പിന്നെ അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ മേലൊരു ആരോ കൊണ്ടു കൊടുക്കാം. പിന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം മീറ്റർ ആണ്. പിന്നെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. സോ ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളോട് ഡ്രോ ചെയ്യാൻ പറയുന്നത് ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്രോ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അടുത്ത്. അപ്പൊ ഇതേപോലെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ +Q, അല്ലെങ്കിൽ നമുക്ക് വരക്ക എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം +Q പിന്നെ -Q തിരിച്ചെടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്കറിയാം എന്താണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് പോവുള്ളൂടാ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുള്ളൂ. അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ പോകും, ഇവിടുന്ന് എത്രണ്ണം പോകുന്നോ അത്രണ്ണം, ഇവിടുന്ന് ഇപ്പൊ എത്രണ്ണം പോകുന്നോ അത്ര എണ്ണം അവിടെ ചെല്ലണം. ഇവിടുന്ന് എത്രണ്ണം പോകുന്നോ അത്ര എണ്ണം അവിടെ ചെല്ലണം. എന്തുകൊണ്ടാണ് ഈ വര ഇങ്ങനെ ആയതെന്ന് നിങ്ങൾക്കറിയോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഓരോ സ്ഥലത്തും എന്ത് ചെയ്യും? ഒരു ചാർജിനെ കൊണ്ടുവെക്കും. ആരെ കൊണ്ടുവെക്കും? ഞാൻ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഇവിടെ ചാർജിനെ കൊണ്ടുവെക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഏത് ചാർജിനെ? ടെസ്റ്റ് ചാർജ്. എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വന്നതെന്ന് പറയാണേ, മറക്കരുത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതിന്റെ കേസിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിക്കോ. എന്താ? ഇവിടെ നമ്മൾ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവെക്കും. അപ്പൊ ടെസ്റ്റ് ചാർജ് അങ്ങോട്ടേക്ക് നീങ്ങി എന്ത് ചെയ്യും? അതിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്താണോ ആ ടെസ്റ്റ് ചാർജ് എങ്ങോട്ടാണ് നീങ്ങുന്നത്? ആ ഡയറക്ഷനിലാവും എന്ത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഡയറക്ഷനിലാവുന്നത് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചേ, നോക്കിയോ, ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വെറുതെ അവിടെ കൊണ്ടുവച്ചപ്പോ എന്താ വെച്ച് വെച്ചാൽ ഇവിടുന്ന് ഈ പോസിറ്റീവിന്റെ അടുത്ത് വെച്ചപ്പോ എന്ത് ചെയ്യുന്ന നമുക്കറിയാം എന്താണ് ടെസ്റ്റ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, ഇങ്ങോട്ടേക്ക് ഒരു എന്ത് ചെയ്തു? ഫോഴ്സ് കൊടുത്തു. ഇതാവുമ്പോ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് ഒരു വലിയ കൊടുത്തു, ഇവിടേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. ഇതിന്റെ റിസൾട്ടന്റ് എടുത്തപ്പോൾ അത് ഇങ്ങനെയാ വന്നത്. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് മനസ്സിലായി ഇതിന്റെ രണ്ടിന്റെയും ഫോഴ്സിന്റെ എന്താ റിസൾട്ടന്റ് ആണ്. ഇവർ രണ്ടാൾ കൊടുത്ത ഫോഴ്സിന്റെ റിസൾട്ടന്റ് എടുത്തപ്പോൾ അത് ഇങ്ങോട്ടേക്കാണ് വന്നത്. അപ്പൊ ഇവിടെ ഇവർ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ് മനസ്സിലായി. നമ്മൾ പിന്നെ ഇവിടെ കൊണ്ടുവച്ചു, അവിടെ കൊണ്ടുവച്ചപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്കാണ് മനസ്സിലായി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇങ്ങനെ കൊണ്ടുവച്ച് നോക്കിയപ്പോ എന്താണ്? ഇത് ചെറിയ ആരോ മാർക്കായി വരച്ച് നമുക്ക് മൊത്തം വരക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കൊണ്ടുവച്ച് നോക്കിയപ്പോൾ അതിന്റെ ഏകദേശം ഡയറക്ഷൻ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിന്റെ നേരെ ഇങ്ങനെ. പിന്നെ ഇവിടെ കൊണ്ടുവച്ചപ്പോ എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, പിന്നെ നേരെ ഇങ്ങനെ. അങ്ങനെ റിസൾട്ടന്റ് കിട്ടിയിട്ടാണ് ഈ ഡൈപോൾ ഇങ്ങനെ ആയത്. നിങ്ങൾ വരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടുന്ന് എത്ര അങ്ങോട്ടേക്ക് പോകുന്നു അതെല്ലാം അവിടെ എത്തണം. ബാക്ക് കൂടി പോലെ എവിടെ തന്നെ എത്തണം, അവിടെ തന്നെ എത്തണം എന്നുള്ള കാര്യം കൊടുക്കുക. ഇതാണ് എന്ത്? ഇലക്ട്രിക്
ഇലക്ട്രിക് ഫീൽഡ് ഡെൻസ് ഡ്യൂ ടു എന്താണ് എ ഡൈപോൾ. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി ഈ പദം പറയുമ്പോൾ ഓർമ്മിപ്പിച്ചാണ്. സോ നമുക്ക് വേഗം എന്ത് ചെയ്യാം, 3, 4, 5 മാർക്കിൽ ചോദിക്കുന്ന ഡെറിവേഷനിലേക്ക് പോയാലോടാ. 2 ഡെറിവേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വേഗം പോവാം. എടാ അപ്പം ഇതാണ് നമ്മുടെ ഡെറിവേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. ഇത് ഞാൻ HSC മാർക്ക് ചെയ്യാണ്. ഇത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ടെന്നർത്ഥം. അത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ 2 ഡെറിവേഷൻ ചെയ്യും. ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഏതാണോ ഫസ്റ്റ് ചെയ്തത് അതാ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്ഥിരമായി ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാടാ, ഞാൻ വെറുതെ നിൽക്കുന്നു അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാടാ, ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ -q പിന്നെ +q, ഇവിടെ -q ഒരു +q, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഇവർ 2a ഡിസ്റ്റൻസിൽ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ മെയിനായിട്ട് 2 ആക്സിസ് ആണുള്ളത്. ഏതൊക്കെയാണ് ഈ 2 ലൈനാണുള്ളത്? ഒന്ന് ഇതിന് നേരെയുള്ള, അതായത് ഈ ഒരു നിൽക്കുന്ന ഈ ഡൈപോൾ നിൽക്കുന്ന അതേ ലൈനിലുള്ള എന്താണ് അതേ ഒരു ലൈൻ, അതേ ആക്സിസിലുള്ള ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആക്സിയൽ ലൈൻ. എന്താണ് ആക്സിയൽ ലൈൻ? ആക്സിയൽ ലൈൻ. അപ്പോൾ എന്താണ് ഈ ലൈനിൻ്റെ പേരാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് എന്ത്, നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന, പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന മറ്റൊരു ലൈൻ കൂടെ ഉണ്ടല്ലോ. നമ്മൾ മെയിനായിട്ട് 2 ലൈനിലെ കൺസിഡർ ചെയ്യുക. ഒന്ന് ആക്സിയൽ ലൈൻ, ആ ഇലക്ട്രിക് ഡൈപോളിന്റെ അതേ ആക്സിസിലൂടെ കടന്നു പോകുന്ന ലൈൻ ആക്സിയൽ ലൈൻ. രണ്ടാമത്തത് അതായത് ഇലക്ട്രിക് ഡൈപോളിന്റെ കറക്റ്റ് സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈൻ കൂടെ ഉണ്ട്. അതിന്റെ പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ. ഇക്വറ്റോറിയൽ ലൈൻ. ഒന്ന് ആക്സിയൽ ലൈൻ, ഒന്ന് ഇക്വറ്റോറിയൽ ലൈൻ. നമ്മൾ ഇവിടെ 2 ഡെറിവേഷനാണ് നടത്താൻ പോകുന്നത്. ഒന്ന് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇവിടെ ഒരു പോയിന്റ് എടുക്കും. ഇത് ഏത് ലൈനിലുള്ള പോയിന്റ്? ആക്സിയൽ ലൈനിലുള്ള പോയിന്റ്. അപ്പൊ ഈ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ്. എന്താണ് ഇലക്ട്രിക് ഡൈപോളിൽ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ്, അതും ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഇവരുണ്ടാക്കുന്ന ഈ 2 പേരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടെത്തും. ഇനി രണ്ടാമത്താണ്, ഇനി ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ലൈനിലുള്ള പോയിന്റ് ആണ്? ഇക്വറ്റോറിയൽ ലൈനിലുള്ള പോയിന്റ് ആണ്. അതായത് സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റിൽ ഇവർ 2 പേരും ചേർന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടെത്തും. എന്തൊക്കെ കണ്ടെത്താൻ പോകുന്നത് നോക്കിക്കോ. ഈ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റിൽ, അതായത് ആ പോയിന്റ് എവിടെയാണ്, ഡൈപോളിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഈ ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തും. രണ്ടാമത് എന്താണ്, ഇക്വറ്റോറിയൽ ലൈനിൽ ഇവിടുന്ന് സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്താൽ അവിടെ ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടെത്തും. അപ്പൊ എന്താ ആക്സിയൽ ലൈന്? ഈ ഇലക്ട്രിക് ഡൈപോൾ നിൽക്കുന്ന അതേ ലൈനിൽ നിൽക്കുന്ന ആളാണ് ആക്സിയൽ ലൈന്. അതായത് ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിലൂടെ കറക്റ്റ് കടന്നു പോകുന്ന, പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ലൈനിന്റെ പേരാണ് ഇക്വറ്റോറിയൽ ലൈൻ. അവിടെയും 6 ഡിസ്റ്റൻസിലുള്ള നമുക്ക് എന്ത് ചെയ്യും, അവരെയും കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡെറിവേഷനിലേക്ക് കടക്കാം. നമുക്ക് നോക്കാം. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ AB. അപ്പൊ എന്താണ്, ഇത് A ആണ്, ഇത് B ആണ്. ഈ A മുതൽ B വരെയുള്ള മൊത്തം സ്ട്രക്ചർ എന്താണ്, ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ് വിത്ത് ലെങ്ത് 2a. നമുക്കറിയാം ആദ്യം -q പിന്നെ +q, രണ്ടിനെ ടോട്ടൽ ലെങ്ത് എന്താണ് 2a ആണ്. അതിന്റെ സെന്റർ ഞാൻ O എന്ന് വിളിച്ചിട്ടുണ്ട്. Let P is a point. P എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. at a distance r from the center. P എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത, അത് സെന്ററിൽ നിന്നും ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും എന്താണ് r ഡിസ്റ്റൻസ് അകലെയാണ് നിൽക്കുന്നത്. ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും എന്താണ് r ഡിസ്റ്റൻസ് അകലെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. P is r സെന്റർ along axial line. അത് എവിടെ നിൽക്കുന്നത്? ആക്സിയൽ ലൈനിലാണ്. അപ്പൊ എന്താണ്, നമ്മൾ എന്ത് ചെയ്തു, ഒരു -q ചാർജ് ഉണ്ട്, ഒരു +q ചാർജ് ഉണ്ട്. അവർ 2a ഡിസ്റ്റൻസിൽ നിർത്തി. അപ്പോൾ ഒരു ഡൈപോൾ ആയി. ആ ഡൈപോൾ നമ്മൾ AB എന്ന് പേരിട്ടു. അവരുടെ ലെങ്ത് 2a ആണ്. ഇതിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഒരു P എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ പിക്ചർ. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം നോക്കാം. ഈ +q കാരണം, എന്താണ് ഞാൻ പറഞ്ഞത് നല്ല ശ്രദ്ധിച്ചോ. ഈ +q കാരണം ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കോടാ, ഔട്ട്വേർഡ് ആയിരിക്കും, ഇൻവേർഡ് ആയിരിക്കും. ഇന്നലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കറക്റ്റ് പറഞ്ഞാണ് എന്താണ്, പോസിറ്റീവ് ആണോ ഔട്ട്വേർഡ്, നെഗറ്റീവ് ആണോ ഇൻവേർഡ്. കാരണം എന്താ, പോസിറ്റീവ് നെഗറ്റീവിനെ തേടി പോവുക ചെയ്യുക. അപ്പൊ എന്താണ്, പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാവോടാ, ഔട്ട്വേർഡ്. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ എന്തെന്ന് വിളിച്ചോടാ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു +q എന്ന് വിളിച്ചു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എന്താണ്
പ്ലസ് ക്യൂ. ഇനി നെഗറ്റീവ് ഉണ്ടാക്കുന്ന എന്താ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും അവിടെ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് ഇൻവേർഡ്. അപ്പൊ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ എങ്ങനെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുക? അത് ഇങ്ങനെ ആരുണ്ടാക്കുന്ന മൈനസ് ക്യൂ ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ബി എന്താവും? നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയേ. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് ബി പി എന്ന് പറയുന്ന പോയിന്റിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്താവൂടാ? ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് കൂട്ടിയാ പോരെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ആണെങ്കിൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ വെറുതെ അങ്ങ് കൂട്ടാൻ പറ്റൂല. വെക്റ്റർ സം എടുക്കണം, ഡയറക്ഷൻ നോക്കി കൂട്ടണം. അപ്പൊ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് രണ്ട് സെയിം ഡയറക്ഷനിലുള്ള വെക്റ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യോടാ? ഒന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ ഒന്നിന്റെ വാല്യൂ 4 ആവും. ഇതിനെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്യുക. രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇതിന്റെ മൊത്തം റിസൾട്ടന്റ് വെക്റ്റർ എത്രയാടാ? 7 ആവും. ഇനി രണ്ടും ഓപ്പോസിറ്റ് ആംഗിളിലാണെങ്കിലോ ഇത് 4ഉം ഇത് 3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യോടാ വെക്റ്ററിനെ? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പഠിച്ചതാണ് വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അപ്പൊ വലിയ വെക്ടർ മൈനസ് ചെറിയ വെക്ടർ എത്രയാടാ? റിസൾട്ടന്റ് വെക്ടർ 1 ആവും. ഇനി ഇവർ രണ്ടുപേരും ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു വെക്ടർ ഇങ്ങനെ 180 അല്ലെങ്കിൽ 0 അല്ലാത്ത വേറെ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മൾ വെക്ടർ ലോ ഓഫ് അഡീഷൻ യൂസ് ചെയ്യണം. നമ്മുടെ ഏതൊക്കെ ഉണ്ടാ പാരലലോഗ്രാം ലോയും മറ്റേ ട്രയാങ്കുലർ ലോയൊക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ രണ്ടും അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത്. ഇനി ഇവിടുത്തെ വെക്ടർ എങ്ങനെയാണോ നോക്കിയേ? രണ്ടും ഒരേ സൈഡിലേക്കാണോ? അല്ല, രണ്ടും എന്താണ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. ഓക്കെ ആണോ? വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. അപ്പൊ അടുത്ത ഡൗട്ട്, ഇതിൽ ആരാ വലുത്? ഇതിൽ ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാ വലുത്? ഇ ഡ്യൂ ടു പ്ലസ് ക്യൂ ആണോ? ഇ ഡ്യൂ ടു മൈനസ് ക്യൂ ആണോ? ആരുണ്ടാക്കുന്ന വലുത്? ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ആരാണോ അടുത്ത് അവനുണ്ടാക്കുന്നതാണ് വലുത്, ആരാണോ ദൂരെ അവനുണ്ടാക്കുന്നതാണ് ചെറുത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അടുത്തുനിന്ന് അടിക്കുന്നതും ദൂരത്ത് നിന്ന് അടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ദൂരം നിന്ന് അടിച്ചാൽ കൊള്ളുപോലില്ല, പക്ഷെ അടുത്തുനിന്ന് അടിച്ചാൽ നന്നായി കൊള്ളും. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആളുടെ ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര ശക്തിയുള്ളതും ദൂരത്ത് നിന്നുള്ളവർക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എത്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ ഇതിൽ ആര് ഇലക്ട്രിക് ഫീൽഡാ വലുത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ. അപ്പൊ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ വലുതാരാ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ മൈനസ് ചെറുതാരാ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ. ഓക്കെ ആണ്, ഈ കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താടാ? നല്ല ഓർത്തോ, എന്താണ് നമ്മൾ gm/r² ട്രിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, kq/r². അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താ? k ഇൻറ്റു ക്യൂ തന്നെയാണ്. ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ എന്ത് ചെയ്യണ്ട? മൈനസ് ഒന്നും ചേർക്കണ്ട. ഇവിടെയുള്ള ചാർജ് ആരാണ്? ക്യൂ ബൈ എന്താണ്? ഇനി നമുക്ക് ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കൊന്ന്. നീലം വശം എടുക്കാം. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് നോക്കിക്കോ, ഏതാണ് എവിടെ മുതലുള്ള ഡിസ്റ്റൻസ് ആ വേണ്ടത്? ഈ പ്ലസ് ക്യൂ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ എവിടെ മുതലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്? ഇവിടെ മുതൽ ഏതുവരെയുള്ള ഡിസ്റ്റൻസ്? ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. നമുക്കൊരു കാര്യം അറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം നമുക്ക് മതി. പക്ഷെ നമുക്കൊരു കാര്യം അറിയാലോ, എന്താണ്? ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ഈ മൊത്തം ഡിസ്റ്റൻസ് എത്രയാടാ? ഈ മൊത്തം ഡിസ്റ്റൻസ് ആർ. നോക്കിയേ, ഈ മൊത്തം ഡിസ്റ്റൻസ് ആറാ. ഈ 2a മുതൽ പി വരെയുള്ള എന്താണ്? 2a മുതൽ ഈ 2o മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? 6 ആണ്. o മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ എന്താണ്? o മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എ ആണല്ലോ. നോക്കിയേ, o മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എ, മൊത്തം ഡിസ്റ്റൻസ് 6. അങ്ങനെയാണെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാ? മൊത്തം 6 ഇതുവരെ എ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാ? ഈ മൊത്തത്തിൽ നിന്ന് ചെറുതിനെ ഒഴിവാക്കിയാൽ പോരെ. മൊത്തം ഡിസ്റ്റൻസിൽ ചെറുത് മായ്ച്ചു കളഞ്ഞാൽ ബാക്കി കിട്ടൂലേ. അപ്പൊ മൊത്തം ഡിസ്റ്റൻസ് 6 ആണ്. അതിൽ നിന്നും ചെറുതിനെ കളയാന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്താൽ മതി. ചെറുത് എത്രയാണ്? ആ എനെ കളഞ്ഞാൽ മതി. നമുക്കറിയാം kq/r² ആണ്. ഇവിടെ r എത്രയാ? r മൈനസ് (2) മൈനസ്. ഇനി അടുത്തത് നോക്കിക്കേ, ഈ നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവിടെ മുതലാടാ? ഈ നെഗറ്റീവ് ചാർജ് മുതൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് വരെ, അതായത് എത്ര പേരോട്? ഏകദേശം ഇത് മുതൽ ഈ മൊത്തം ഡിസ്റ്റൻസ് വരില്ലേ, ഇത് മുതൽ ഇതുവരെ വരില്ല. അതായത് എ മുതൽ പി വരെ വരില്ലടാ. എ മുതൽ പി വരെ വരില്ലേ? ഓക്കെ അല്ലേ? ഇവിടെ മുതൽ ഇവിടം വരെ വരും. അപ്പൊ എ മുതൽ പി വരെ വരണം. നോക്കിയേ, നമുക്ക് ഈ ഒരു o മുതൽ പി വരെയുള്ളത് എന്താണെന്ന് അറിയാടാ? 6 ആണെന്ന് അറിയാം. പിന്നെ എത്രയും കൂടി കൂട്ടിയാൽ മതി, ഇതും കൂടി കൂട്ടിയാൽ പോരെ. ഇതുവരെയുള്ളത് 6 ആണ്, ഇതും കൂടി അങ്ങ് കൂട്ടിയാൽ പോരെ. അപ്പൊ നമുക്കറിയാലോ, ഇത് ഈ ഒരു കണ്ടം എന്താ? നോക്കിയേ, ഈ ഒരു കണ്ടാണ് ഈ കണ്ടം. ആ കണ്ടം എത്രയാണ്? എ.
ഇത് മൊത്തം 6 ഈ ഒരു കഷ്ണം എ. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ മൊത്തത്തിനോട് ആരെ കൂട്ടിയാൽ മതി? ഈ ചെറിയ കഷ്ണം കൂട്ടിയാൽ മതി. നേരത്തെ എന്താ മതി? നമുക്ക് ഇത്ര മതി, ഇതുവരെ മതി. അപ്പൊ നമ്മൾ ഈ ഏനങ്ങ് കുറച്ചു. ഇവിടെ എന്ത് ചെയ്തു? മൊത്തം വേണമെന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഏനങ്ങ് കൂട്ടി. അപ്പൊ എന്താടാ? k ഇൻറ്റു -2 q ബൈ എന്താണ് r മൈനസ് a ഹോൾ r പ്ലസ് a ഹോൾ സ്ക്വയർ. മനസ്സിലായോടാ? നോക്കിയേ, ഇത് മൊത്തം 6 ആണ്, ഇത് മൊത്തം 6 ആണ്. നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് വേണം. ഇത് എയും കൂടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യോടാ? ഈ എ ഇതും കൂടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് രണ്ടും ആഡ് ചെയ്യും, ഇത് രണ്ടും ആഡ് ചെയ്യും. എന്റെ കയ്യിൽ ഒരു കയ്യിൽ 5 മിഠായിണ്ട്, മറ്റേ കയ്യിൽ 2 മിഠായിണ്ട്. ടോട്ടൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യൂടാ? രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്യും. എന്റെ കയ്യിൽ 5 മിഠായിണ്ട്, ഈ കയ്യിൽ 2 മിഠായിണ്ട്. ഇത് ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 5 മൈനസ് 2 ചെയ്യും, 5 മൈനസ് 2 ചെയ്യും. സോറി, എന്തോ ചെയ്യട്ടെ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് കത്തിയല്ലോ അല്ലെ? എന്താണ് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ഈ മൊത്തം ഡിസ്റ്റൻസ് എന്താണ്? 6 ആണ്. അതിൽ നിന്ന് നമുക്ക് ഈ ഏനങ്ങ് ഒഴിവാക്കിയ ഈ ഡിസ്റ്റൻസ് കിട്ടും. ഈ ഡിസ്റ്റൻസ് കിട്ടും. ഏത്? പി ബി അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? ബെലിംഗ് ആണ് ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിക്കോ. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്താണ്? കോമൺ ആയ ആൾക്കാരങ്ങ് പുറത്തെടുക്കുക. കെയും ക്യൂവും രണ്ടിനുള്ളതുകൊണ്ട് കെനെയും ക്യൂവിനെയും പുറത്തെടുത്തു. ബാക്കി ആരുണ്ടാ? 1 ഡിവൈഡഡ് ബൈ കെ ക്യൂ പോയാൽ അവിടെ 1 ഡിവൈഡഡ് ബൈ r മൈനസ് a ഹോൾ സ്ക്വയർ മൈനസ് ഇവിടുന്ന് കെയും ക്യൂവും പോയി കഴിഞ്ഞാൽ മേലെ 1 ഡിവൈഡഡ് ബൈ എന്താണ്? r പ്ലസ് a ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. therefore E is equal to എന്താണ്? നോക്കിയേ, k ഇൻറ്റു ക്യൂ ഇൻറ്റു എന്താണ്? നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യും? 1 ഇൻറ്റു r പ്ലസ് a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ r പ്ലസ് a ഹോൾ സ്ക്വയർ, നടുവിൽ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ്. ഇനി 1 ഇൻറ്റു r മൈനസ് a ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ r മൈനസ് a ഹോൾ സ്ക്വയർ. താഴത്തുള്ള ആൾക്കാർ ചെയ്യാൻ മറക്കരുത്. r മൈനസ് a ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് a ഹോൾ സ്ക്വയർ, r മൈനസ് a ഹോൾ സ്ക്വയർ ഇൻറ്റു r പ്ലസ് a ഹോൾ സ്ക്വയർ. ഈ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്തോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മേലത്തെ ബ്രാക്കറ്റ് ഒക്കെ അങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എങ്ങനെ വരൂടാ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു ക്യൂ ഇൻറ്റു എന്താടാ? r പ്ലസ് a ഹോൾ സ്ക്വയർ. a പ്ലസ് b ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇവിടെ a ആരാ? r. അപ്പൊ r സ്ക്വയർ പ്ലസ് എന്താണ്? 2ab 2 ഇൻറ്റു a ആരാ? r ഇൻറ്റു b ആരാ? a. അപ്പൊ എന്താണ്? 2ra പ്ലസ് b ആരാ? അവിടെ a. അപ്പൊ a ന്റെ സ്ക്വയർ b സ്ക്വയർ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ മൈനസ്. ഇനി അവിടെ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ബ്രാക്കറ്റ് അങ്ങ് ഇടാം. ഉള്ളിൽ എന്താ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം. അപ്പൊ എന്താണ് ഇതിൻ്റെത്? ആർ സ്ക്വയർ എന്താ? എ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ എന്താ? എ സ്ക്വയർ ആരാ? ആർ സ്ക്വയർ മൈനസ് 2ab ആരാ? 2 ഇൻറ്റു ആർ ഇൻറ്റു എ 2 ഇൻറ്റു ആർ ഇൻറ്റു എ പ്ലസ് ആരാ? ബി സ്ക്വയർ ആരാ? അത് എ സ്ക്വയർ. അപ്പൊ ഇതങ്ങ് ഇതാരാ? ഇത് എ സ്ക്വയർ ആണ്. ഒരു മിനിറ്റ് ഞാൻ ഒന്നും കൂടി എഴുതി തരാം. എന്താണ്? ആർ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആർ ഇൻറ്റു എ പ്ലസ് എന്താണ്? എ സ്ക്വയർ ആണ്. മൈനസ് ആണ്. നോക്കിക്കോ, ഡിവൈഡഡ് ബൈ. നോക്കിക്കോ, ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് r മൈനസ് a ഹോൾ സ്ക്വയറും r പ്ലസ് a ഹോൾ സ്ക്വയർ രണ്ടിനും സ്ക്വയർ ഉണ്ടല്ലോ. അപ്പൊ ഇത് കോമൺ ആക്കി എടുക്കുക. രണ്ടിനും സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ ഞാൻ കോമൺ ആക്കി. അപ്പൊ എങ്ങനെയാണോടാ? r മൈനസ് a ഇൻറ്റു r പ്ലസ് a ഹോൾ സ്ക്വയർ. രണ്ടിന് കോമൺ ആയിട്ട് സ്ക്വയർ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒറ്റ സ്ക്വയർ ആക്കി എടുത്തു. ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താടാ? E ഈസ് ഈക്വൽ ടു എന്താടാ? കെ ക്യൂ ഇൻറ്റു നോക്കിയേ r സ്ക്വയർ പ്ലസ് 2ra പ്ലസ് a സ്ക്വയർ മൈനസ് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് ആർ സ്ക്വയർ മൈനസ് മൈനസ് 2r എന്ന് പറയുമ്പോൾ എന്താ? പ്ലസ് 2r. ഞാൻ പറയേണ്ട കാര്യമില്ല. മൈനസ് ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് എ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓൾ ഡിവൈഡഡ് ബൈ ബാക്കി ആരെങ്കിലും നോക്കിയാൽ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താടാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എ സ്ക്വയർ ആരാ? ആർ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആരാ? എ സ്ക്വയർ. അതിന്റെ ഹോൾ സ്ക്വയർ ഉള്ള കാര്യം മറക്കരുത്. എന്താണ്? ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ, അത് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ ഉള്ളത് മറക്കണ്ട. ഓക്കെ ആണ്. ഇനി ആരൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ട് നോക്കിയേ ഇവിടെ നോക്കിയാൽ നല്ല നോക്കിയേ ആരൊക്കെയാണ്? ഈ പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കട്ട്, പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയറും കട്ടായി പോയി. ബാക്കി ആരാണുള്ളത്? 2ra പ്ലസ് 2ra. രണ്ട് 2ra ഉണ്ട്. അപ്പൊ എന്താണ്? മൊത്തത്തിൽ എത്ര ആയി? 2ra പ്ലസ് 2r 4ra എന്ന് എഴുതാം. പക്ഷെ അതിന് പകരം ഞാൻ എന്ത് ചെയ്തി? 2ra പ്ലസ് 2r ഞാൻ എന്ത് ചെയ്തി? 2 2ra എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്താണ്? കെ ഇൻറ്റു ക്യൂ ഇൻറ്റു എന്താണ്? 2 ഇൻറ്റു 2ra എന്ന് എഴുതി. 2 2ra എന്ന് എഴുതിക്കൂടെ? ഇതിനോ നിങ്ങൾക്ക് 4 2ra എന്ന് എഴുതാം. പക്ഷെ എനിക്കൊരു പണി ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 2 2ra എന്ന് എഴുതി. എന്താണ്? ബാക്കി ആരുള്ള? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ ആണ്. ഇതാണ് നമ്മൾ എന്ത്. ഇനി നിങ്ങളിവിടെ കരേണ്ട ഒരു കാര്യമുണ്ട്.
ഇനി ഇവിടെ അറിയേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെയുള്ള ഡൈപോൾ മൊമെന്റ് എന്താ? ഈ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് എന്താ? അപ്പൊ ഇതിനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഡൈപോൾ മൊമെന്റ് എന്താണ്? ഡൈപോൾ മൊമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെയുള്ള പി ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടുത്തെ പി എന്താ? ഇതാണ് ഡൈപോള്. ആ ഡൈപോളിന്റെ മൊമെന്റ് കാണുന്നത് അവർ സെപ്പറേറ്റ് ഡിസ്റ്റൻസ് ഇൻറ്റു എന്താണ് അവരുടെ മാഗ്നിറ്റ്യൂഡ്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2AQ ഉണ്ടോ നോക്കി, ഇവിടെ നോക്കിയേ ഒരു 2AQ ഉണ്ടല്ലോ, ഒക്കെ മേലെയാണ് 2AQ ഉണ്ടല്ലോ. അപ്പൊ ആ 2AQക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, പീനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂടെ. 2AQന്റെ പകരം എന്ത് ചെയ്യാം, പീനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2AQന്റെ പകരം എന്ത് ചെയ്യാം, പീനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഈസ് ഈക്വൽ ടു എന്താടാ, പുട്ട്. ഇത് പുട്ടടിച്ചാൽ മതി നിങ്ങൾ. പുട്ട് എന്താണ്, പി സമം എന്താണ് 2AQ. ആരെ പകരം 2AQ പകരം ആര് പുറത്ത് കെ ഉണ്ട്, 2Q ഓൾറെഡി ആരായി 2AQ, ഉള്ളിൽ ബ്രാക്കറ്റിൽ ആരായി 2 × A × Q ആരായി പി ആയി പോയി. പിന്നെ 2R ഉണ്ട് ഡിവൈഡഡ് ബൈ ആരുണ്ടാ, പിന്നെ ആരുണ്ട് R² മൈനസ് A² ഉണ്ട്. ഓക്കെ, ഹോൾ സ്ക്വയർ ഉണ്ട്. ഇതാണ് ബാക്കിയുള്ളത്. ഓക്കെ ആണോടാ? അപ്പൊ എന്താണ് പി × 2R ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി സെറ്റപ്പ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തി, 2PR എന്ന് എഴുതി. പി × 2R ജസ്റ്റ് എന്ത് ചെയ്തി, 2PR എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ R² മൈനസ് A². ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എന്താണ്, ഡൈപോൾ അലോങ് ആക്സിയൽ ലൈനിന്റെ ഇക്വേഷൻ. ഇതാണ് എന്ത്, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അലോങ് ആക്സിയൽ ലൈനിന്റെ ഇക്വേഷൻ. ഇനി ഞാനിവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ഇവിടെ സ്പെഷ്യൽ കേസ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്നും പഠിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല, നമുക്ക് ഒരു സ്പെഷ്യൽ കേസും കൂടി വരാനുണ്ട്. ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ സ്പെഷ്യൽ കേസ് കൂടി പറയാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം സ്പെഷ്യൽ കേസിലേക്ക് പോവാം. അപ്പൊ നമ്മളെ കിട്ടിയ ഇക്വേഷൻ ഇതാണ് ആക്സിയൽ ലൈനിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. പുതിയൊരു കേസ് നമ്മൾ നോക്കുകയാണ്. R is very 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 greater than A. അപ്പൊ നമുക്കറിയാം രണ്ട് ഒരു ഡൈപോൾ ഉണ്ട്, അതിന്റെ ഇടയിലുള്ള പകുതി ഡിസ്റ്റൻസ് ആണ് A. R എന്ന് പറയുമ്പോൾ എന്താ, ഈ സെന്ററിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് R. നിങ്ങൾ നോക്കുകയാണ്, ഈ ഡിസ്റ്റൻസ് വളരെ ദൂരത്താണ്. ഈ ഡിസ്റ്റൻസ് വളരെ ദൂരത്തും. അങ്ങനെയാണെങ്കിൽ എന്താണ്, എന്ന് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ഡൈപോൾ നിങ്ങൾ വരക്കുമ്പോൾ മാത്രമേ വലുതുള്ളൂ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ വളരെ അടുത്തടുത്തായിരിക്കും. അപ്പൊ എന്താണ്, ഇത്ര അടുത്ത് നിൽക്കുന്ന ആൾ നിങ്ങൾ വലിയൊരു പോയിന്റ് നോക്കുകയാണ്. എന്താണ്, സെന്ററിൽ നിന്ന് എന്താണ് വലിയൊരു പോയിന്റ് അകലെയാണെന്ന് R എന്ന് വിചാരിക്കുക. ആ പോയിന്റ് എന്ത് ചെയ്യുക, സെന്ററിൽ നിന്ന് വളരെ ദൂരത്താണെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ആ പോയിന്റിലേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താടാ, ഇത് വളരെ മുട്ടി നിൽക്കുന്നതായിരുന്നു. കാരണം അത് വലിയ ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ, R എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ എന്താടാ, ഈ A എന്ന് പറഞ്ഞത് വളരെ ചെറുതായിരുന്നു. നിങ്ങളുടെ കയ്യിൽ 1,50,000 പൈസ ഉണ്ട് വയ്ക്കാം. നിങ്ങളുടെ എത്ര രൂപ ഉണ്ട്, നിങ്ങൾ എന്ത് പറയാടാ, എൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട്. 1,00,000 സംബന്ധിച്ച് 50 പൈസ വളരെ ചെറുതാണ്. അതുപോലെ തന്നെയാണ് ഈ R എന്ന് പറഞ്ഞ വലിയ ഡിസ്റ്റൻസ് സംബന്ധിച്ച് എന്താണ്, A എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, A-നെ 0 ആക്കി എടുക്കാം. നിങ്ങൾ നോക്കുമ്പോൾ ആ വലിയ ഡിസ്റ്റൻസിലേക്ക് നോക്കി ഇവിടേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും, ആ വലുത് സംബന്ധിച്ച് ഇതിങ്ങനെ മുട്ടി നിൽക്കുന്നതായി തോന്നും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ A0, അങ്ങനെയാണെങ്കിൽ E = എന്താടാ 1/4πε0 എന്താടാ 2PR ഡിവൈഡഡ് ബൈ എന്താണ് R² മൈനസ് Aക്ക് എന്ത് കൊടുക്കുക, 0² കൊടുക്കുക. 0² എന്ന് പറയുമ്പോൾ 0 ആണ്. സോ ഹോൾ സ്ക്വയർ ഉണ്ടെന്ന് മറക്കരുത്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ E = എന്താടാ 1/4πε0 എന്താടാ 2PR ഡിവൈഡഡ് ബൈ R² മൈനസ് 0, അത് R² ആണ്. ഹോൾ സ്ക്വയർ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് E = എന്താടാ 1/4πε0 എന്താണ് 2PR ഡിവൈഡഡ് ബൈ എന്താടാ A⁻m × R⁻m × n എന്ന് പറഞ്ഞാൽ എന്താടാ R⁻m × n ആണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, R² ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താടാ R2 × 2 ആണ്. R⁻2 × 2 ആണ്, അത് R⁻4 ആണ്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ഇത് അറിയുന്ന കുട്ടികൾക്ക് അറിയാം, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതിയാൽ മതി. R⁻4 ആണ്. ഇനി ഈ R-ഉം R⁻4ൽ R-ഉം കട്ടായി പോകും. അപ്പൊ എന്താണ് ബാക്കി, R⁻4ൽ 4 R ഉണ്ട്, അതിലൊരു R പോയി കഴിഞ്ഞാൽ ബാക്കി 3 R, മേലോട്ട് R അവിടെ നിന്നു, ബാക്കി ഇവിടെ R³ ഉണ്ട്. therefore ഇലക്ട്രിക് ഫീൽഡ് = എന്താണ് 1/4πε0 എന്താണ് 2p by എന്താണ് R³ 2p by R³ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വേഗം എന്ത് ചെയ്യാം, നമുക്ക് ഏതാണ് ഇക്വറ്റോറിയലിലേക്ക് പോവാം. എടാ അപ്പം നമ്മുടെ രണ്ടാമത്തത് അലോങ് ഇക്വറ്റോറിയൽ ലൈനാണ്. ഇതും ചോദിച്ച് കാണാറുണ്ട്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അലോങ് ആക്സിയൽ ലൈനാണ്. അത് നിങ്ങൾ ഷുവറായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ എന്താ പറയുക ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡൈപോൾ കാണിച്ചിരിക്കുകയാണ്. നോക്കിയേ, ഒരു -q
പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്താണ് 2a ആക്കി എടുക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് 2a ആക്കി എടുക്കുകയാണ്. കാരണം നമുക്കറിയാം ഡൈപോൾ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ എടുക്കാറ്, സാധാരണ മൊത്തം 2a ആണ് എടുക്കാറ്. മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ് 2a. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഈ ഡൈപോളിന്റെ കറക്റ്റ് ഡൈപോൾ ലെങ്ത്തിന്റെ കറക്റ്റ് നടുവ് ഉണ്ടാവില്ലടാ. ആ ഡൈപോൾ ലെങ്ത്തിന്റെ കറക്റ്റ് നടുവ് എന്താണ് നമ്മളതിനെ വിളിച്ചത്? O എന്ന് വിളിക്കാറുണ്ട് സാധാരണ. ഡൈപോൾ ലെങ്ത്തിന്റെ കറക്റ്റ് നടുഭാഗം മുറിച്ച് നടുവിലൂടെ അതിന് പെർപെൻഡിക്കുലർ ആയി 90 ഡിഗ്രിയിൽ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പൊ ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ. അത് താഴേക്കുണ്ടാവും മേലേക്കുണ്ടാവും. ഞാൻ എന്ത് ചെയ്യാണ്, മേലേക്ക് ഒരു 6 ഡിസ്റ്റൻസ് അകലെ. അതിന്റെ എന്താണ് ഇക്വറ്റോറിയൽ ലൈന്? ഓക്കെ, ഡൈപോളിന്റെ കറക്റ്റ് നടുവിൽ നിന്ന് ആ ഡൈപോൾ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയി ഒരു 6 ഡിസ്റ്റൻസ് അകലെ ഞാൻ എന്ത് ചെയ്യണം, പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇത് എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പം ആ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഇക്വറ്റോറിയൽ ലൈനാണ്. ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ, ഇതാണ് ആക്സിയൽ ലൈൻ. ആ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്ക് എടുക്കാം. അപ്പൊ എന്താണ് വാല്യൂസ് ഒക്കെ ചെറുതായിട്ട് വാല്യൂസ് ഒന്നും മാറില്ല, ഇതേപോലെ തന്നെ ആവും. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യടാ, മേലേക്ക് എടുക്കും. ഓക്കെ ആണോടാ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത ഈ ഒരു എന്താണ്, ഇത് പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, അത് ഞാൻ അവസാനം മാർക്ക് ചെയ്യുക. ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. മൈനസ് ക്യൂവിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണത് ഇങ്ങനെയാണ് ഉണ്ടാവുക. പ്ലസ് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാർജിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ഇതിനെ ബി എന്ന് വിളിക്കുകയാണ്. ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ ആണോ? എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആവുമോ അല്ലയോ? എന്തുകൊണ്ട്? ഇതാണ് എന്റെ ചോദ്യം. ഇത്രയേ ഉള്ളൂ. രണ്ടും സെയിം ആണ്. കാരണം ഇത്രയുള്ള ഒരു ഇതിനെ കറക്റ്റ് നടുവിൽ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താണ്, ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആവുക. നോക്കിക്കോ, ഈ ഇത്ര ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത് ഈ ഡിസ്റ്റൻസും. പക്ഷെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കൂടും, ഈ ഡിസ്റ്റൻസ് കുറയും. കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കൂടും, ഈ ഡിസ്റ്റൻസ് കുറയും, ഈ ഡിസ്റ്റൻസ് കൂടും. എന്നാൽ ഇത് കറക്റ്റ് നടുവിലായതുകൊണ്ട്, കറക്റ്റ് നടുവിൽ മുറിക്കുന്നതുകൊണ്ട് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നടുവിലൂടെ, ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈന്. അപ്പൊ കറക്റ്റ് നടുവിലൂടെ മുറിക്കുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഇത് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വൽ ആവും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം പറയാം. എന്താണ് എ പി is equal to എന്താണ്, എ പി is equal to എന്താണ്, ബി പി ആണ്. എ മുതൽ ബി വരെ, എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണെന്ന് പറഞ്ഞൂടെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇലക്ട്രിക് ഫീൽഡിനെ കാണിക്കാം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മൈനസ് ക്യൂ എടുക്കും, ഇവിടെ പ്ലസ് ക്യൂ എല്ലാം എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് വെച്ചാലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൂടാ. നമുക്ക് എന്തുകൊണ്ട് മറ്റേ വെച്ച് ചെയ്തുകൂടാ? ഇങ്ങനെ തിരിച്ചെടുത്താലും ഡൈപോളിന്റെ കേസ് ചെയ്യാൻ പറ്റും, നോക്കണം, ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ മൈനസ് ക്യൂ, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താ ഈ പ്ലസ് ക്യൂ കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവും നോക്കിയേ. ഈ പ്ലസ് ക്യൂ കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക? ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? നമുക്കറിയാം പ്ലസ് ക്യൂ കാരണമാണെങ്കിൽ അത് എങ്ങോട്ടേക്കാവൂടാ, ഔട്ട്വേർഡ് ആയിരിക്കും. കാരണം പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാടാ, ഔട്ട്വേർഡ് ആണ്. ഞാൻ പഠിപ്പിച്ചതാണ്. അതിനെ ഞാൻ E1 എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യം മനസ്സിലാക്കാം. ഈ പോസിറ്റീവ് തന്നെയാണ്, പോസിറ്റീവ് ചാർജ് കാരണമുള്ള എന്ത് തന്നെയാണ്, ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് എന്താ E1 എന്ന് പേര് കൊടുത്തുന്നുള്ള എളുപ്പത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് കാരണം എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? നമുക്കറിയാം അത് ഈ ലൈനിന് കറക്റ്റ് എങ്ങനെയാണ് ഇൻവേർഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ E2 എന്ന് പറയുന്നത്. അപ്പൊ E2 ആരാ? E2 എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത്, E2. ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് എഴുതി വെക്കാലോ. ഓക്കെ ആണ്. ഇനി നോക്കിയടാ, E1ന്റെയും E2ന്റെയും റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാവും? കാരണം ഇത് രണ്ട് വെക്ടർ ആണ്, ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ചെരിഞ്ഞ് നിൽക്കണോണ്ട് ഇവർ രണ്ടുപേരും ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആംഗിൾ മേക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സാധാരണ വെക്ടർ അഡീഷൻ ഒക്കെ യൂസ് ചെയ്യും. അതായത് നിങ്ങൾ നോക്കിയാൽ മതി, E1 നിന്നും E2ന്റെയും റിസൾട്ടന്റ് വെക്ടർ എങ്ങോട്ടേക്കാവും നോക്കാം നമുക്ക്. വെക്ടർ അഡീഷൻ പ്രകാരം എങ്ങോട്ടേക്കാവൂടാ, ഇതിന്റെ കറക്റ്റ് നടുവിലൂടെ ആവില്ലേ. E1ന്റെയും E2ന്റെയും റിസൾട്ടന്റ് എങ്ങനെയാവും, ഇതിന്റെ കറക്റ്റ് നടുവിലൂടെ ഇങ്ങനെയാവും. അതിന് ഞാൻ എന്ന് വിളിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്ടർ ലോജിക് ഉപയോഗിക്കാം. ഞാൻ സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്ത് ഒരു പക്ഷിയുടെ, നിങ്ങൾ ഒരാൾ ഇവിടുന്ന് പിടിച്ച് വലിക്കുകയാണ്, ഇവിടുന്ന് പിടിച്ച് വലിക്കുകയാണ്, നിങ്ങൾ നേരെ പോകുള്ളൂ. ഞാൻ ആ ലോജിക്ക് യൂസ് ചെയ്ത് നേരെ ഇലക്ട്രിക് ഫീൽഡ് വരച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്ടർ ലോക്ക്, പാരലോഗ്രാം ലോക്ക് ഉപയോഗിച്ചാലും ഇതേ സെയിം ഇലക്ട്രിക് ഫീൽഡ് തന്നെ കിട്ടുക. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എന്താടാ, ഇവിടെ ഉണ്ടാകുന്ന മൊത്തം ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെക്ടർ അഡീഷൻ പ്രകാരം റൂട്ട് ഓഫ് ഏത് ചെയ്യാം, A പ്ലസ് 2AB പ്ലസ് 2AB കോസ് തീറ്റ പ്ലസ് B1 എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ കാണാനുള്ള A² പ്ലസ് B² പ്ലസ് 2AB കോസ് തീറ്റ ഇക്വേഷൻ വെച്ച് ചെയ്യാം. പക്ഷെ അത് കുറേ കുഴപ്പിക്കും നമ്മളെ, അത് ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ നമ്മളൊരു പണി ചെയ്യുന്നറിയോ, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മളൊരു പണി ചെയ്യും. ഇത്രയേ ഉള്ളൂ.
E1 ചെരിഞ്ഞിട്ട് നിൽക്കുകയാണ്. E1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചെരിഞ്ഞിട്ട് നിൽക്കുക. നേരത്തെ നേരെ അങ്ങ് നിൽക്കായിരുന്നു. ചെരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ രണ്ട് കമ്പോണന്റ് ആക്കും. ചെരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ രണ്ട് കമ്പോണന്റ് ആക്കി എങ്ങനെയാണ് ഉണ്ടാവുക നോക്കിക്കേ. ഒരാൾ ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഉണ്ടാവും, ഒരാൾ ഇങ്ങനെ ഉണ്ടാവും, ഒരാളത് ഇങ്ങനെ ഉണ്ടാവും, ഇതിനോട് നേരെ ഉണ്ടാവും. അത് രണ്ടും എന്താവണം? ഈ ലൈനാണോ ഇതേ ലൈനിലാണോ? ഈനോട് എന്താവണം? കറക്റ്റ് ആവണോ? ഇതേ ലൈനിലാവണം. അപ്പൊ എന്താണ്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? E2നെയും രണ്ട് കമ്പൗണ്ട് ആക്കാം. കാരണം E2 താഴേക്ക് ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ E2നെയും കമ്പോണന്റ് ആക്കാം. അപ്പൊ എങ്ങനെയാണ്? E2 ഒരു കമ്പോണന്റ് ഇതാ ഇങ്ങനെ ഉണ്ടാവും ഈ ലൈനിൽ, രണ്ടാമത്തെ കമ്പോണന്റ് ഇത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? എങ്ങനെ? അപ്പൊ ഇവർ രണ്ടുപേരുള്ള ഈ രണ്ട് കമ്പോണന്റ് തമ്മിലുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രി. ഈ രണ്ട് കമ്പോണന്റ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? നീലും 90 ഡിഗ്രി. അങ്ങനെയാണ് കമ്പോണന്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? കമ്പോണന്റ് ആക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഈ റിസൾട്ടന്റ് വെക്ടർ ഇ നമുക്ക് മറ്റു ഇക്വേഷൻ യൂസ് ചെയ്യുന്ന വളരെ ടഫ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യടാ? ചെറിയ പൊടിക്ക് യൂസ് ചെയ്യും. ഈ E1 എന്ത് ചെയ്യും? രണ്ട് കമ്പൗണ്ട് ആക്കും. E2നെ രണ്ട് കമ്പൗണ്ട് ആക്കും. അതൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ആരാണ് E1 കോസ് തീറ്റ, ആരാണ് E1 സൈൻ തീറ്റ എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ തീറ്റ കണ്ടെത്തണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ആംഗിൾ തീറ്റ ആക്കി എടുക്കാം. ഞാൻ എന്ത് ചെയ്യടാ? ഈ ഒരു ആംഗിൾ ഞാൻ എന്ത് ചെയ്യാണ്? തീറ്റ ആക്കി എടുക്കുകയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ ആംഗിളും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ ആംഗിളും തീറ്റയാണ്. അതെങ്ങനെയാടാ? നോക്കിക്കോ, ഒരു ലൈൻ ഇങ്ങനെ പോവാണ്. അതിന് ഞാൻ രണ്ട് പാരലൽ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ, ഒരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ തീറ്റ, ഒരു പാരലൽ ലൈൻ ആണ് ഇതെന്ന് വിചാരിക്കുക. ഇത് തീറ്റ ആണെങ്കിൽ ഇതിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ആംഗിൾ തീറ്റ. കൺസെപ്റ്റ് മനസ്സിലാവടാ? നേരെ പോവാണ് ഈ ലൈൻ ഇങ്ങനെ 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 കറക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ഇവിടെ ഞാനൊരു പാരലൽ ലൈൻ വരച്ചു, ഇവിടെ ഒരു പാരലൽ ലൈൻ വരച്ചു. ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെയും തീറ്റ. ഓക്കെ ആണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഒബിയസ്ലി ഈ രണ്ട് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് എന്താവും? ഈ ആംഗിളും തീറ്റയാവും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കറിയേണ്ടത്, നമുക്കറിയാം ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്താടാ? E1 കോസ് തീറ്റ ആവും. E1 കോസ് തീറ്റ കാണുന്നുണ്ടോടാ? തീറ്റന്റെ അടുത്തുള്ള ആംഗിൾ E1 കോസ് തീറ്റ. ഈ തീറ്റയിൽ നിന്ന് അകലുള്ള E1 ആംഗിൾ എന്താവും? E1 സൈൻ തീറ്റ. ഇനി നമുക്ക് E2നെ കമ്പോണന്റ് ആക്കണം. അപ്പൊ ഇവിടെ E2ന്റെ ഇടയിലുള്ള ആംഗിൾ കാണണം. E2ന്റെ ഇടയിലുള്ള എന്ത് ചെയ്യണം? ആംഗിൾ കാണണം. റിസൾട്ടന്റ് വെക്ടറിന്റെയും വൺ ഓഫ് വെക്ടറിന്റെ ഇടയിലുള്ള എന്ത് ചെയ്യണം? ആംഗിൾ അറിയണം. എന്നാൽ മാത്രം നമുക്ക് തീറ്റ E1 E2 കോസ് തീറ്റ E2 സൈൻ തീറ്റ ആരെന്ന് അറിയുള്ളൂ. ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വേറൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ, ഈ ആംഗിൾ ഇവിടെ ഒരു ലൈൻ ഇടാണ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ വേറൊരു പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാല് ഈ ആംഗിൾ തീറ്റ ആവും. ഇതിന് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയും. കറസ്പോണ്ടിങ് ആംഗിൾ എന്നും ഇതിന് നമ്മൾ കറസ്പോണ്ടിങ് എന്നും ഇതിന് ആൾട്ടർനേറ്റീവ് ആംഗിൾ എന്നും പറയാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇല്ലെങ്കിൽ പഠിച്ചു വെക്കുക. ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ. എങ്ങനെ ഇത് കറസ്പോണ്ടിങ് ആയത്? ഇത് നോക്കി, ഇവിടെ ഒരു പാരലൽ ലൈൻ ഉണ്ട്, അതിന്റെ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിങ്ങനെ പോവാണ്. ഇവിടെ അടുത്ത പാരലൽ ലൈൻ ഉണ്ട്, അപ്പൊ ഈ ആംഗിൾ തീറ്റ. ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ. അത്രയോട് നമ്മൾ ഉപയോഗിച്ച കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കി കിടത്തുള്ളൂ? ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ മനസ്സിലായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മാത്രം ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം പറയാം. റിസൾട്ടന്റ് വെക്ടർ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ റിസൾട്ടന്റ് വെക്ടർ ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഈ റിസൾട്ടന്റ് വെക്ടർ ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഈ റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്ന ആൾക്കാർ അവർ. അതിന് മുന്നേ E2 രണ്ട് കമ്പൗണ്ട് ആക്കണ്ടേ? ഞാനത് മറന്നു. നോക്കിയാടാ, ഇത് E2 ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ധാരാളം ഈ നീല വെച്ച് കാണിച്ചിരിക്കുന്നത് E2 കോസ് തീറ്റ. ഈ നീല വെച്ച് കാണിച്ചിരിക്കുന്ന ആരാ? E2 സൈൻ തീറ്റ. E2 സൈൻ തീറ്റ. നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? എഴുതാൻ പറ്റും, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാ ഇവിടെ റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്ന ആരൊക്കെ ചേർന്നാണ്? റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്ന ആരൊക്കെ ചേർന്നാണ്? നോക്കിയേ, ഈ E2 കോസ് തീറ്റയും E1 കോസ് തീറ്റ ചേർന്നല്ലേടാ റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്നത്. റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്നതിൽ E2 സൈൻ തീറ്റയ്ക്ക് E1 സൈൻ തീറ്റയ്ക്കും വല്ല പങ്കുണ്ടോ? ഇല്ല. ഈന്റെ ഡയറക്ഷനിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഉണ്ടാക്കുള്ളൂ. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ സഹായിക്കുള്ളൂ. അപ്പൊ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആൾക്കാരൊക്കെ E1 കോസ് തീറ്റ, E2 കോസ് തീറ്റ. നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം പറയാം. വെർട്ടിക്കൽ കമ്പോണൻസ് ആയ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും എന്തായി പോകും? ക്യാൻസൽ ഔട്ട് ആയി പോകും. കാരണം എന്താ? അവർ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺസെപ്റ്റ് ചെയ്താൽ, ദ വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ദ വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ് എന്താണ്? ഫീൽഡ്സ് ആർ ക്യാൻസൽഡ്. ക്യാൻസൽഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇത് എഴുതി വെക്കുക. കാരണം എന്താണ്? നോക്കിയേ, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുക. ഏതൊക്കെയാണ്? E1 സൈൻ തീറ്റ
ആൻഡ് എന്താണ് E2 സൈൻ തീറ്റ എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആരൊക്കെയാണ് നോക്കി, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആരൊക്കെ ചേർന്നിട്ടാണ് നോക്കിയേ, E1 cos തീറ്റയും E2 cos തീറ്റയും ചേർന്നിട്ടാണ്. നോക്കിയോ, ഞാൻ എന്ത് ചെയ്യണം, എന്നെ രണ്ടാൾക്കാരെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ഒരേ സൈഡിൽ വലിക്കുകയാണെങ്കിൽ അങ്ങോട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ എന്നെ അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ച ആരാണ്, ഈ രണ്ട് ഫോഴ്സും. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ച ആരാണ്, ഈ രണ്ട് ഫോഴ്സും ചേർന്നിട്ടാണ്, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ചേർന്നിട്ടാണ്. അപ്പോൾ എന്താണ് E1 cos തീറ്റ പ്ലസ് E1 സൈൻ E2 cos തീറ്റ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നതാ നോക്കിയ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയത് ആരൊക്കെ ചേർന്നിട്ടാണ്, E1 cos തീറ്റ E2 cos തീറ്റ. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അറിയാടാ, നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് എന്താ, AP = BP ആണ്. അപ്പൊ നമുക്ക് എന്താണ്, AP = BP ആണ്. എ മുതൽ ഈ ഡിസ്റ്റൻസും സെയിം ആണെങ്കിൽ ഈ രണ്ട് E1ഉം E2ഉം സെയിം ആവൂലടാ. അതെങ്ങനെയാടാ, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ, ഒരു പോയിന്റ് ചാർജ് ആവില്ല. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് KQ/r² ആണ്. ഇവിടെ എന്താണ്, ക്യൂവിന്റെ രണ്ടാണ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി K കോൺസ്റ്റന്റ് ആണ്, അത് നോക്കണ്ട. R² ഡിസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി. ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ അകലത്തിലാണ്. അപ്പൊ എന്താണ്, ഇവന്റെ R² ആണ്. ഇവൻ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവൻ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ടാവും E1 = E2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, E1 = E2. ഇലക്ട്രിക് ഫീൽഡിലൂടെ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ഡിസ്റ്റൻസിനെ മാത്രം. അപ്പൊ ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡിസ്റ്റൻസിനെ മാത്രം, ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡിസ്റ്റൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. രണ്ട് ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, E1ഉം E2ഉം ഒറ്റ പേര് കൊടുക്കാം. ജസ്റ്റ് ഒന്നെങ്കിൽ ഒന്നിന് E1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ E2 എന്ന് കൊടുക്കാം, ഏത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ എന്താ, ഇലക്ട്രിക് ഫീൽഡ് E1 cos തീറ്റ പ്ലസ് എന്താ E2 എന്ത് തന്നെയാണ്, E1 = E2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, E2ന്റെ പകരം E1 എന്ന് കൊടുക്കാം. അപ്പൊ E1 cos തീറ്റ ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഒരു തേങ്ങ പ്ലസ് ഒരു തേങ്ങ, രണ്ട് തേങ്ങ. അപ്പൊ E1 cos തീറ്റ പ്ലസ് E1 cos തീറ്റ, 2 E1 cos തീറ്റ. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കണ്ടെത്തണം, E1ഉം ഈ cos തീറ്റയും മാത്രം കണ്ടെത്തണം. അപ്പൊ E1 എന്താണ്, ഇവിടെ നോക്കി, E1 എന്താ, പോസിറ്റീവ് ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഒരു ഇക്വേഷൻ അറിയാം, എന്താണ്, K×Q/R². എത്രയാണ്, ഇവളുടെ ഡിസ്റ്റൻസ് എന്താ, A മുതൽ P വരെ ഡിസ്റ്റൻസ് ഞാൻ എന്ത് വിളിച്ചു, AP എന്ന് വിളിച്ചു, അതിന്റെ സ്ക്വയർ. ഓക്കെ ആണ്. ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു. ഇനി കോസ് തീറ്റ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആരുമായി ബന്ധപ്പെട്ട കോസ് തീറ്റ കാണുന്നത്, E1ഉമായി ബന്ധപ്പെട്ട കോസ് തീറ്റ. അപ്പൊ ഇതിന്റെ തീറ്റയാണ് കാണുന്നത്. നിങ്ങൾ E2 ആണ് എടുത്തതെങ്കിൽ E2മായി ബന്ധപ്പെട്ട കോസ് തീറ്റ. രണ്ടെടുത്താലും സെയിമേ കിട്ടുള്ളൂ. അപ്പൊ കോസ് തീറ്റ = എന്താണ് നോക്കിയേ, അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അഡ്ജസന്റ് സൈഡ് ഇതാണ്, അത് A ആണ്. A ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്, ഇതാണ്. അപ്പൊ എത്ര, A മുതൽ P വരെ ഡിസ്റ്റൻസ്, അത് AP. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ E1ന്റെ പകരം ഇതും cos തീറ്റയ്ക്ക് പകരം ഇതും അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്, 2 and 3 in 1. 2 and 3 in 1. 2 ഉം 3 എന്ത് ചെയ്യുക, ഒന്നിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Therefore E = എന്താണ്, E = 2 into E1ന്റെ പകരം KQ/AP². എന്താണ്, KQ/AP² into എന്താണ്, കോസ് തീറ്റയ്ക്ക് പകരം A/AP. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ് എന്താ, പുട്ട്. ഇനി എന്ത് ചെയ്യാം, ഡൈപോൾ മൊമെന്റ് എന്താണ്, ഇവിടെയുള്ള ഈ ഒരു ഡൈപോളിന്റെ മൊമെന്റ് എന്താണ്, ഇവർ ചാർജ് ഇൻറ്റു ഇവരെ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് അല്ലേ, ചാർജ് 2Q ആണ്, ഇവരെ സെപ്പറേറ്റ് ചെയ്ത് എന്താണ്, ഡിസ്റ്റൻസ് 2A ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 2 ഉണ്ട്, ആരുണ്ട്, Q ഉണ്ട്, A ഉണ്ട്, ഒക്കെ മേലെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരൊക്കെ പകരം ആരിട്ട് കൊടുക്കാടാ, P എന്നിട്ട് കൊടുത്തൂടെ. അപ്പൊ E = ആരോടാ, K ഓൾറെഡി അവിടെ മാറി നിൽക്കുന്നുണ്ട്. ആ 2QAക്ക് പകരം എന്ത് ചെയ്യാം, P ഇട്ട് കൊടുക്കാം, ഡിവൈഡഡ് ബൈ AP² × AP3. ഓക്കെ ആണോടാ, AP3. ഓക്കെ അല്ലേടാ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, AP3 കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, AP3 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേടാ. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ അങ്ങ് കൺസിഡർ ചെയ്യാം. ഏത്, AOP. അപ്പൊ എന്താണ്, കൺസിഡർ ഫ്രം ട്രയാങ്കിൾ AOP. ഫ്രം ട്രയാങ്കിൾ
AOP എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് അല്ലേ. അപ്പൊ നമുക്ക് ഹൈപ്പോട്ന്യൂസ് കാണാൻ ഒരു ഇക്വേഷൻ അറിയാലോ, പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം, പൈതഗോറസ് തിയറം. എന്താണ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് ബേസ് സ്ക്വയർ ഇൻറ്റു എന്താണ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ശരിയാണല്ലോ, ബേസ് സ്ക്വയർ ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് ഇത് കിട്ടും. അങ്ങനെയാണെങ്കിൽ AP സ്ക്വയർ ഈസ് ഈക്വൽ ടു A മുതൽ P വരെയുള്ള സ്ക്വയർ എന്താണ് നോക്കി, ബേസ് സ്ക്വയർ എന്താ പാദം സ്ക്വയർ പ്ലസ് A സ്ക്വയർ പ്ലസ് എന്താണ് ലംബം സ്ക്വയർ. ലംബം എന്താ R, ഈ ഡിസ്റ്റൻസ് മുതൽ ഈ ഡിസ്റ്റൻസ് വരെ എന്താണ് R. അപ്പൊ R സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾക്ക് ഓക്കെ ആണോടാ? ഓക്കെ ആണോ? നിങ്ങൾ നോക്കിക്കോ. എന്താണ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് ബേസ് സ്ക്വയർ ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ഇത് A ആണ്, ഇത് R ആണ്. ഈ R നിങ്ങൾക്ക് കാണുന്നില്ല, കറക്റ്റ് ആയിട്ട് നോക്കിക്കോ, R ആണ് കേട്ടോ. എന്താണ് R ആണ് ഇത് നമ്മുടെ മറ്റേതിന്റെ എന്ത് വെക്ടർ ആണ്. ഓക്കെ, A സ്ക്വയർ പ്ലസ് R സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ AP എന്താണ് റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് R സ്ക്വയർ അല്ലടാ, റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് R സ്ക്വയർ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാലും എന്താണ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാലും എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ. എക്സ് റേസ് ടു 1/2 റൂട്ടിന്റെ പകരം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മറ്റൊരു സാധനമാണ് എന്ത് 1/2. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനമാണ് എന്ത് 1/2. അപ്പോൾ എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, AP ഈസ് ഈക്വൽ ടു എന്ത് ചെയ്തറാ A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതി. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് AP ക്യൂബ് ആണല്ലോ വേണ്ടത്. ക്യൂബാണ് വേണ്ടത്. ഓക്കെ ആണ്. ഇവിടെ AP സ്ക്വയർ ആയപ്പം A സ്ക്വയർ പ്ലസ് R സ്ക്വയർ. AP ആയപ്പോൾ സ്ക്വയർ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ ചെയ്തത്, സ്ക്വയർ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 1/2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് എന്തായത് AP ആയതും റൂട്ട് മാറി എന്തായത് ഹോൾ റേസ് ടു 1/2 ആയതും. മനസ്സിലായോടാ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ക്യൂബ് ആക്കുകയാണെങ്കിൽ ഇവിടെ ക്യൂബ് വരുത്താൻ വേണ്ടി ഇവിടെ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെയും ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ദ ഹോൾ റേസ് ടു എന്താണ് A സ്ക്വയർ പ്ലസ് R സ്ക്വയർ എന്താണ് മഷേനോ. ഓ മൈ ഗോഡ്, ഒരു ഫ്ലോയിൽ വന്നു. A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഹോൾ റേസ് ടു എന്താണ് 3/2. അതെന്താ ചെയ്തത്, ഇവിടെ AP സ്ക്വയറിനെ AP ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണ്. അപ്പൊ എന്തായി, നമുക്ക് AP കിട്ടി. 1/2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം ഈ പവറിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് AP ക്യൂബ് ആണെങ്കിലോ വേണ്ടത് എന്ത് ചെയ്യുക, AP ക്യൂബ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പവറിന് എന്ത് ചെയ്യുക 3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 1/2 എന്ത് ചെയ്യുക, ഇവിടെ ക്യൂബ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ശരിക്കും എന്താ വരിക നോക്കിയാൽ 1/2 × 3 എന്ന് വരും. അത് തന്നെയാണ് എന്ത് 3/2. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുന്നില്ല. അപ്പൊ എന്താ AP ക്യൂബ് കിട്ടാൻ വേണ്ടി നമ്മൾ AP-നെ കണ്ടു. APക്ക് എന്ത് ചെയ്തു, ഇപ്പൊ ഇവിടെ പവർ 3 കൊടുത്തു, അപ്പം ഇവിടെയും പവർ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അത്ര പഠിച്ചാൽ മതി. ഓക്കെ, സംശയമുള്ളവരത് അങ്ങനെ പഠിച്ചു പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്താണ് K ഇൻറ്റു എന്താണ് P/AP ക്യൂബിന് പകരം എന്തിട്ട് കൊടുക്കണം, P/ എന്താണ് AP ക്യൂബിന് പകരം A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്നിട്ട് കൊടുത്തൂടെ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി Kയുടെ വാല്യൂ കൊടുത്താൽ എന്താ ഇക്വേഷൻ വരിക, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു K എന്താണ് 1/4πε0 P/ എന്താണ് A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ മുത്ത് ഇക്വേഷൻ. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസ് കൂടെ ചർച്ച ചെയ്യാണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. AP യും BP ഈക്വൽ ആണ്. ഈ പോസിറ്റീവ് എന്ന് പറയും B1 ആണ്, ഈ നെഗറ്റീവ് എന്ന് പറയും B2 ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ AP എന്ന് വിളിക്കും, ഈ ഡിസ്റ്റൻസ് BP എന്ന് വിളിക്കും. അതായത് ഈ പോസിറ്റീവ് ആണുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ, നെഗറ്റീവ് ആണുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആവും, നേരെ പോകും. ഇനി എന്ത് ചെയ്യും, E1 രണ്ട് കമ്പൗണ്ട് ആക്കുക, E2 രണ്ട് കമ്പൗണ്ട് ആക്കുക. എന്താണ് ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആരൊക്കെ ചേർന്നുണ്ടാക്കുന്നത് നോക്കിയോ. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലുള്ള ആൾക്കാർ എന്തുണ്ടാക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരൊക്കെയാ, E1 cos θ, E2 cos θ. ആരൊക്കെ ക്യാൻസൽ ആയി പോകും, E1 sin θ യും E2 sin θ യും ക്യാൻസൽ ആയി പോകും. കാരണം എന്താ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇനി നമുക്ക് എന്താ, AP = BP ആണെങ്കിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവും. കാരണം ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഡിപെൻഡ് ചെയ്യുള്ളൂ. ഈ സമയം E1 cos θ + E2 cos θ രണ്ടും കാണാം. പിന്നെ ബാക്കി കാണാം. എന്താ ഇക്വേഷൻ, 1/KP/ എന്താണ് A സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഹോൾ റേസ് ടു 3/2. നമ്മളൊരു സ്പെഷ്യൽ കേസ് എന്ത് ചെയ്യും, ഇവിടെ അപ്ലൈ ചെയ്യാണ്ട് അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. എടാ അപ്പൊ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാൻ പോവാണ്, നമ്മള് ഈ ഒരു ഇഫ് എന്ന സ്പെഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്.
ആർ ഈസ് വെരി 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 ഗ്രേറ്റർ ദാൻ എ. അതായത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഇക്വറ്റോറിയൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ വലുതാണ്. ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ദൂരത്താണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എൻ അപ്രോക്സിമേറ്റ്ലി എന്താക്കി എടുക്കാം, 0 ആക്കി എടുക്കാം. എന്താണ്, ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ഈ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, 1 കോടി 1 രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ 1 കോടി എന്ന് നിങ്ങൾ പറയുള്ളൂ. ആ 1 രൂപനെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് അറിയും, നിങ്ങൾ എന്ത് കാര്യമാക്കൂല. കാരണം 1 കോടി സംബന്ധിച്ച് 1 രൂപ വളരെ ചെറുതാണ്. അതുപോലെ വലിയ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. നിങ്ങൾക്കറിയാം, ഡൈപോൾ എടുത്ത് ചിലപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ഉപരി നിൽക്കുക, പക്ഷെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ഡിസ്റ്റൻസിൽ വരക്കണം. അങ്ങനെയാണെങ്കിൽ എ എന്താകും, വളരെ ചെറുതാകും. അപ്പോൾ പ്രത്യേകിച്ച് 6 കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ സാധനം എടുത്തെടുത്തൊരു സാധനം നിൽക്കണം, അപ്പോൾ എ വളരെ ചെറുതാവും. അങ്ങനെയാണെങ്കിൽ എ നമുക്ക് 0 ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എന്താണ്, 1/4π എപ്സിലോൺ 0 പി ബൈ എ. എന്തായി പോടാ, എ 0 ആയാൽ എ സ്ക്വയർ 0 ആവും. അപ്പൊ 0 പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എന്താണ്, 1/4π എപ്സിലോൺ 0 പി ബൈ എന്താണ്, ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാം, എന്താണ്, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്. എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കിക്കോ, ആർ സ്ക്വയർ എന്താണ് ഇൻറ്റു 3/2 എന്താണ്, ആർ റൈസ് ടു 2 ഇൻറ്റു 3/2. നോക്കി, എം ഇൻറ്റു എൻ ആണെങ്കിൽ ഇവിടെ എന്താ, സ്ക്വയർ ഇൻറ്റു 3/2 ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, ഇസ് ഈക്വൽ ടു എന്താണ്, 2 ഇൻറ്റു 3 6 ആണ്. 6/2 അത് 3 ആണ്. എങ്ങനെ ചെയ്യാം, നമ്മൾ സാധാ പൈന മൾട്ടിപ്ലൈ ചെയ്യില്ല മേലെ, 2 ഇൻറ്റു 3/2 എന്താണ്, നോക്കി, ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി 3. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതും ചെയ്യാം. അപ്പോൾ എന്താണ്, 2 ഇൻറ്റു 3 6 ആണ്. 6/2 അത് 3 ആണ്. അപ്പോൾ എന്താ, ആർ ക്യൂബ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു എന്താണ്, നോക്കിയേ, 1/4π എപ്സിലോൺ 0 എന്താണ്, പി ബൈ എന്താണ്, ആർ ക്യൂബ് എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വളരെ എളുപ്പമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ പഠിക്കുക. മറ്റോടത്ത് നമ്മൾ എന്ത് ഇക്വേഷനാണ് പഠിച്ചത്, 1/4π എപ്സിലോൺ 0 2/r ക്യൂബ്, അതാണ് നമ്മളവിടെ പഠിച്ചത്. പക്ഷെ ഇവിടെ എന്ത് പഠിക്കുന്നു, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 2 ഒഴിവായി ബാക്കിയെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിലേഷൻ പഠിക്കാമല്ലോ. നോക്കിക്കോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ്, ഈ ആക്സിയൽ ആൻഡ് ഈ ഇക്വറ്റോറിയൽ, ഈ ആക്സിയലും തമ്മിലൊരു റിലേഷൻ ഉണ്ടല്ലോ. എന്താണ്, നിങ്ങൾ രണ്ടിന്റെ ഇക്വേഷൻ എഴുതി നോക്കുക. ഈ ആക്സിയൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, നോക്കിക്കോ, എന്താണ്, 2kp/r ക്യൂബ് ആണ്. 2kp/r ക്യൂബ് ആണ്. കേക്ക് വാല്യൂ ഒക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി ഈ ഇക്വറ്റോറിയൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, എന്താണ്, kp/k, ഇത് k ആണ്, kp/r ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ, ഈ ആളെന്നല്ലേ ഈ ആള്. അപ്പൊ ഈ ആളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഈ ഇക്വറ്റോറിയൽ എന്ന് വിളിച്ചൂടെ, ഈ ആളെന്നല്ല ഈ ആള്. അങ്ങനെയാണെങ്കിൽ ഈ ആളെ നമുക്ക് എന്ത് വിളിക്കാം, ഇക്വറ്റോറിയൽ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു എന്താണ്, 2 ഇൻറ്റു ഇക്വറ്റോറിയൽ, രണ്ട് ഇക്വറ്റോറിയൽ വെച്ചാലേ ഒരു ആക്സിയൽ കിട്ടുള്ളൂ. രണ്ട് വട്ടം ഇക്വറ്റോറിയലിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ആരെ കിട്ടുള്ളൂ, ആക്സിയലിനെ കിട്ടുള്ളൂ. 2 വട്ടം ഇക്വറ്റോറിയലിനെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുള്ളൂ, ആക്സിയലിനെ കിട്ടുള്ളൂ. നോക്കിയേ, 2 ഉണ്ട്, ഈ kp/r ക്യൂബ് തന്നെയാണ് ഇക്വറ്റോറിയൽ. 2 നടത്തിക്കാണ്ട് ഈ ഇതിന് ആരെ കൊടുത്തു, ഈ ഇക്വറ്റോറിയൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയോ, ഈ ആക്സിയൽ ഈസ് ടു ഈ ഇക്വറ്റോറിയൽ എന്താണ്, എന്താണ്, 2:1. രണ്ട് എന്താണ്, ഇവിടെ നോക്കിയേ, 2:1. ഇതിനങ്ങ് ഡിവൈഡ് ചെയ്ത് എന്ത്, ഈ ആക്സിയൽ ബൈ ഇക്വറ്റോറിയൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2:1 എന്ന് കിട്ടും. അപ്പൊ എന്താണ്, 2:1 തന്നെയാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നതും. സോ ഈ ആക്സിയൽ ഈക്വൽ ടു 2 ഇൻറ്റു ഇക്വറ്റോറിയൽ ആണ്. അപ്പൊ ഈ റിലേഷൻ വെച്ച് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റിലേഷൻ ഓർത്തൊക്കെ 1 വേർഡ് ആയിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, വേഗം അടുത്ത ഭാഗത്തേക്ക് പോവാം. എടാ, അപ്പം ഇതാണ് നമ്മൾ അടുത്ത ടോപ്പിക്. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഇതൊരു ഡെറിവേഷൻ ആണ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യാണ്. നിങ്ങൾ ഷുവറായിട്ടും പഠിച്ചിരിക്കേണ്ട ഡെറിവേഷൻ ആണ്. HSC മാർക്ക് ചെയ്താൽ നിങ്ങൾ പഠിക്കാതെ പോകണ്ട എന്നർത്ഥം. അപ്പം എന്താണ്, ടോർക്ക് ആക്ടിങ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പേര് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട.
കാര്യം നിസ്സാരാണ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലെൻസ് എങ്ങനെയാവൂടാ, അത് പാരലാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണ്. ഓക്കെ ആണോ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുത്തു. ഇതിൽ കൊണ്ട് ഞാനൊരു ഡൈപോൾ പ്ലേസ് ചെയ്യാണ്. ഡൈപോൾ പ്ലേസ് ചെയ്യുന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആ ഡൈപോൾ എന്തിനോ ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ടാവും നിൽക്കുന്നുണ്ടാവും അറിയോ? ഈ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ചെറിയ ആംഗിൾ മേക്ക് ചെയ്തിട്ടാവും നിൽക്കുന്നുണ്ടാവും. ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. എന്താടാ, ഒരു ഡൈപോൾ ഞാൻ പ്ലേസ് ചെയ്യാൻ നോക്കി. ഒരു -Q ഉണ്ട്, ഒരു +Q ഉണ്ട്. അപ്പോൾ ഒരു -Q ചാർജ് ഉണ്ട്, ഒരു +Q ചാർജ് ഉണ്ട്. നോക്കിയാടാ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താടാ? 2a. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താടാ? 2a. നോക്കിയേ, ഇവർ നോക്കുമ്പോൾ എന്താണ്, ഞാൻ ഈ ലൈനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കുറച്ചടിയിലേക്ക് വരക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഒരുപോലെ ആവണം. അപ്പോൾ എന്താണ്, ഈ 2a അടക്കട്ടെ, ആദ്യം ഒന്ന് കറക്റ്റ് ആക്കട്ടെ. അപ്പോൾ എന്താണ് പരിപാടി, ഇവർ 2a ഡിസ്റ്റൻസിലാണല്ലോ നിൽക്കുന്നത്. നോക്കിയേ, ഇവർ എത്ര ഡിസ്റ്റൻസിലാണ്? 2a ഡിസ്റ്റൻസിൽ. എങ്ങനെയാണ് നിൽക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടല്ലേ. എങ്ങനെയാണ് നിൽക്കുന്നത്? ഇങ്ങനെ ചെയ്തിട്ട് നേരാണ് നിൽക്കുന്നതല്ല, ഇലക്ട്രിക് ഫീൽഡിനോട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത്, ഈ ഒരു ഇലക്ട്രിക് ഡൈപോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യല്ലോ. ആ ഫോഴ്സ് എത്രയാ? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതുണ്ട്, F = Q × E ആണെന്ന്. ഏത് ചാർജ് ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ചാർജ് ഇൻറ്റു അതിന് വെച്ച ഇലക്ട്രിക് ഫീൽഡാണ് ഇക്വേഷൻ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ചതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാവും? ഇലക്ട്രിക് ഫീൽഡിന് അതേ ഡയറക്ഷനിലേക്കാവും. F = Q × E. ഈ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയതുകൊണ്ട് E എന്ന് ഞാൻ പേര് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മൈനസ് ചാർജിന് എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക്. അതിന്റെ കാരണം ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരും. ഓക്കെ ആണോ? അത് എത്രയാണ്? F = Q ആണ്. -Q എന്ന് എടുക്കണ്ട, ജസ്റ്റ് Q എന്ന് എടുത്താൽ മതി. നമുക്ക് മാഗ്നിറ്റ്യൂഡിലാണ് കളി ഇവിടെ. അപ്പൊ എന്താ, -Q എടുത്താലും കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താണ്, Q ആണ്. ഡയറക്ഷൻ നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല, നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ നമുക്കറിയാം എന്താണ്. അപ്പൊ ഇതാണ് ഡൈപോൾ. ഒരു ഡൈപോൾ എടുത്തു, അതെന്താ, ഇലക്ട്രിക് ഫീൽഡിനോട് ചെറിയ ആംഗിൾ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നേരെയല്ല, ചെറുതായിട്ട് വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് പോസിറ്റീവ് ചാർജ് കാരണം അതിന് ഇങ്ങോട്ടേക്ക് ഒരു ക്യൂയും, നെഗറ്റീവ് ചാർജ് കാരണം അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും അനുഭവപ്പെടും. എവിടെ വെച്ചിട്ടുള്ളത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡൈപോളിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാടാ? F നെറ്റ് എത്രയാടാ? ഇവിടെ അനുഭവപ്പെടുന്ന മൊത്തം ഫോഴ്സ് എത്രയാടാ? അങ്ങോട്ടേക്ക് ക്യൂ അനുഭവപ്പെടുന്നുണ്ട്, മൈനസ് ഇങ്ങോട്ടേക്ക് ഒരു ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. അതെന്താ മൈനസ് എടുത്തത്? ഞാൻ അങ്ങോട്ട് പോസിറ്റീവ് എടുത്തു, ഇങ്ങോട്ട് നെഗറ്റീവ് എടുത്തു, അത്രയേ ഉള്ളൂ. കാരണം ഫോഴ്സ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയാണ് മക്കളെ? 0 ആണ്. എത്രയാണ്? 0 ആണ്. എത്രയാണ്? 0 ആണ്. അതായത് ഈ ഡൈപോൾ ഇവിടുന്ന് എങ്ങോട്ടും അനങ്ങൂല, അങ്ങോട്ട് തള്ളുണ്ടാവില്ല, ഇങ്ങോട്ടും തള്ളുണ്ടാവില്ല. ഡൈപോളിൽ എന്തില്ല? എക്സ്പീരിയൻസ് എന്ത് ചെയ്യില്ല, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. അപ്പൊ എന്താണ്, ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് does not experience any force. ഒരു ഫോഴ്സ് എന്ത് ചെയ്യില്ല, എക്സ്പീരിയൻസ് ചെയ്യില്ല. കാരണം എന്താ, നെറ്റ് ഫോഴ്സ് 0 ആണ്. അങ്ങോട്ടേക്ക് ഒരു ക്യൂ, ഇങ്ങോട്ടേക്ക് ഒരു 10 ന്യൂട്ടൺ, ബാക്കിലേക്ക് ഒരു 10 ന്യൂട്ടൺ വലിച്ചാൽ എത്ര കിട്ടൂടാ? 0 കിട്ടും. അനങ്ങാതെ നിൽക്കും. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷെ നോക്കിക്കോടാ, ഞാൻ ഈ പേനയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാടാ, ഞാൻ ഈ പേനയിൽ പിടിച്ച് കാട്ടെ ഇങ്ങോട്ടേക്ക് ഒരു തള്ളു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു തള്ളു കൊടുക്കുകയാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു തള്ളു കൊടുക്കുകയാണ്, ഇങ്ങോട്ടേക്ക് ഒരു തള്ളു കൊടുക്കുകയാണ്, ഇങ്ങോട്ടേക്ക് ഒരു തള്ളു കൊടുക്കുകയാണ്. എന്ത് ഇവിടെ ഇങ്ങനെ കിടന്ന് തിരിയാൻ തുടങ്ങൂലേ? ഇതിങ്ങനെ കിടന്ന് തിരിയാൻ തുടങ്ങൂലേ? എങ്ങനെയാണ് നോക്കിക്കോ, ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ച ജസ്റ്റ് ഒന്ന്. എന്താണ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കാണിക്കാനും പറ്റുന്നില്ല. എന്താണ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ഇങ്ങോട്ടേക്ക്. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഡൈപോൾ കിടന്ന് കറങ്ങൂലടാ, കറങ്ങും. അപ്പൊ എന്തുണ്ടാവും? എന്തുണ്ടാവൂടാ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ കറക്കുണ്ടാവും. നമ്മൾ കറങ്ങുന്ന ഒരു ഫോഴ്സിന് ഒരു പേര് വിളിച്ചല്ലോ, കറക്കത്തിന് ഒരു പേര് വിളിച്ചല്ലോ. എന്താ? ടോർക്ക്. അപ്പൊ എന്താണ്, ഹിയർ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താടാ? ബട്ട് ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താടാ? ഇവിടെ എന്തുണ്ടാവും? ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവും. നോക്കിക്കോ, കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ AB. ഈ ഇലക്ട്രിക് ഡൈപോളിനെ ഞാൻ AB എന്ന് വിളിച്ചു. എന്താണ്? വിത്ത് ലെങ്ത് 2a. ഇതിന്റെ ലെങ്ത് 2a ആണ്. പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. E എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. F = Q due to positive and negative behaves like a couple. അവരെന്താടാ,
ഇങ്ങനെയുള്ള ഈ രണ്ട് ഫോഴ്സ് എന്ത് ചെയ്യും, കപ്പിളായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്താ കപ്പിൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താടാ, കപ്പിൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒരു മൂടി എടുക്കുകയാണ് ഞാൻ, ഈ മൂടിയിലേക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കും, ഇങ്ങോട്ട് താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. എന്താണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, നോട്ട് ഇൻ ദ സെയിം ലൈന്, പക്ഷെ പ്രൊഡ്യൂസ് ടേണിംഗ് എഫക്ട്. ഇതിനാണ് കപ്പിൾ എന്ന് വിളിക്കുക. എന്താണ്, രണ്ട് ഈക്വൽ ആണ്, അതേസമയം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ്. രണ്ട് ഫോഴ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്, പക്ഷെ സെയിം ലൈനല്ല. അതായത് ഇതിന്റെ അതേ ലൈനിലല്ല എന്ത് ഈ ലൈൻ അടുത്ത ഫോഴ്സ്. അപ്പൊ എന്താണ്, നോട്ട് ഇൻ ദ സെയിം ലൈന്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ മൂടി തുറക്കുന്ന പോലെ ആയില്ലടാ. ഓക്കെ, അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ്. അപ്പൊ എന്ത് ചെയ്യും, കറങ്ങാൻ തുടങ്ങും, അതായത് ടേണിംഗ് എഫക്ട് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ കപ്പിൾ ഫോഴ്സസ് എന്ന് വിളിക്കുക. ഈ കപ്പിൾ ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോർക്ക് എന്ന് വിളിക്കുക. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഈക്വൽ ഫോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ടേണിംഗ് എഫക്ട്. എന്താണ് ഫോഴ്സ്, എന്താണ് ടേണിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോർക്ക് എന്ന് വിളിക്കുക. അപ്പൊ എന്താ, ഇവിടെ എന്തുണ്ടാവും, കറക്കുണ്ടാവും, ടോർക്ക് ഉണ്ടാവും. ടോർക്ക് കപ്പിൾ ആണെങ്കിൽ, അവിടെ കപ്പിൾ ഫോഴ്സ് ആണെങ്കിൽ ടോർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ്. ഇതാണ് കപ്പിൾ ആണെങ്കിൽ എന്താണ്, കപ്പിൾ ഓഫ് ഫോഴ്സസ് ആണെങ്കിൽ എന്താ ഇക്വേഷൻ, ഇതാണ്. മറ്റൊരുത്താണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിയൽ ലൈൻസ് എന്നൊക്കെയാണ്. അപ്പൊ എന്താണ്, കപ്പിൾ ആണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് നോട്ട് ഇൻ ദ സെയിം ലൈന്, പ്രൊഡ്യൂസ് ടേണിംഗ് എഫക്ട് ആണെങ്കിൽ എന്താ ഇക്വേഷൻ, ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് ആണ്. ഇവിടെ ടോർക്ക് നമ്മൾ ടോ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ഇവിടെയുള്ള ഫോഴ്സ് ക്യൂ ഇൻറ്റു ഇ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇൻറ്റു ഇവിടെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് എന്താ നോക്കിയാൽ, അത് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. ഒരു ഫോഴ്സ് ഇങ്ങനെയുണ്ട്, അതിന്റെ ഈ ഒരു ഫോഴ്സിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരക്കണമെങ്കിൽ, ഈ രണ്ട് ഫോഴ്സിലേക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരക്കണം, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുക്കുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ താഴേക്ക് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു ഫോഴ്സിന്റെ ലൈൻ എന്ത് ചെയ്യുക, നീട്ടി വരക്കുക. എന്താണ്, ഒരു ഫോഴ്സ് എടുക്കുക, അതിനെ നേരെ പെർപെൻഡിക്കുലർ വരക്കുക, എന്നിട്ട് മറ്റേ ഫോഴ്സിന്റെ ലൈൻ എന്ത് ചെയ്യുക, നീട്ടി വരക്കുക. എന്ത് ചെയ്താൽ മതി, അപ്പൊ എന്ത് കിട്ടും, നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടും. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ ആണോടാ, ഈ ഒരു പോയിന്റ് ഞാൻ സി എന്ന് വിളിച്ചു, ഈ ഒരു പോയിന്റ് ഞാൻ സി എന്ന് വിളിച്ചു, ABC. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാടാ, ബി മുതൽ സി വരെ ഡിസ്റ്റൻസ് അല്ലേ, അതിനെ BC എന്ന് വിളിച്ചു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സസ് എന്താടാ, BC ആണ്. Therefore ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, BC കാണണം. BC കാണണമെങ്കിൽ നമുക്ക് ആംഗിൾ അറിയണം. എന്താണ് ആംഗിൾ എന്നൊക്കെ അറിയണം. ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ, കാരണം കറസ്പോണ്ടിങ് ആംഗിൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു പെർപെൻഡിക്കുലർ, ഇവിടെ ഒരു തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ. ഒരു പാരലൽ വരച്ചു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയ ആംഗിൾ തന്നെയാണ് ഇതും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയ ആംഗിൾ തന്നെയാണ് ഇതും. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ. അത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഇത് തീറ്റ ആണെങ്കിൽ എന്താ, ഇതും തീറ്റ. ഇത് വലിയ തീറ്റ ആണോ, അല്ല, ഇത് നമ്മുടെ വട്ടമുള്ളതുകൊണ്ട് ഞാൻ വലുതാക്കി വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ, ഫ്രം ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളിൽ നിന്നാടാ, ഫ്രം ട്രയാങ്കിൾ, നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ABC, ഫ്രം ട്രയാങ്കിൾ ABC എന്താടാ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, സൈൻ തീറ്റ എന്താടാ, എന്നാലല്ലേ BC കാണാൻ പറ്റുള്ളൂ. സൈൻ തീറ്റ എന്താ, BC, ഓപ്പോസിറ്റ്, ഈ തീറ്റക്ക് ഓപ്പോസിറ്റ് BC, B മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആരാടാ, ഹൈപ്പോട്ന്യൂസ്, A മുതൽ B വരെ ഡിസ്റ്റൻസ്, അതാരാ, 2 × A, 2A ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ BC എന്താണ്, BC ഇസ് ഈക്വൽ ടു എന്താണ്, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്ത പോലെ 2A സൈൻ തീറ്റ. അപ്പൊ BC ആരാ, 2A സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. എന്ത് ചെയ്യാം, ഈ BC യെ പിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. എന്ത് ചെയ്യുക, രണ്ട് എന്ത് ചെയ്യുക, ഒന്നിലിട്ട് കൊടുക്കുക. Therefore torque is equal to എന്താണ്, Q into E into എന്താണ്, BC ക്ക് പകരം 2A സൈൻ തീറ്റ, 2A സൈൻ തീറ്റ. ഓക്കെ, ടോർക്ക് is equal to എന്താണ്, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടുത്തെ ഇലക്ട്രിക് പുട്ടടിക്കുക. നമ്മൾ എന്താ പുട്ടടിക്കുക, P is equal to, ഈ ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്താണ്, അവരുടെ ചാർജ് അത് Q ആണ്, ഇൻറ്റു എന്താണ്, അവരുടെ സെപ്പറേറ്റ് ഡിസ്റ്റൻസ് 2A. അപ്പൊ നിങ്ങൾ നോക്കിയാടാ, ഇവിടെ ഓൾറെഡി 2A ഉണ്ട്, Q ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2Aക്കും Qക്കും പകരം ആരിട്ട് കൊടുക്കാം, P നട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്, P എന്താണ്, P, പിന്നെ ബാക്കി ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു E ഉണ്ട്, ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി സൈൻ തീറ്റ ഉണ്ട്, PE സൈൻ തീറ്റ. ഓക്കെ ആണോടാ, നമുക്കറിയാം എന്താണ് AB സൈൻ തീറ്റ എന്ന് പറഞ്ഞാലും എന്താണ് A ക്രോസ് B എന്ന് പറഞ്ഞാൽ സെയിം ആടാ.
എ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാലും എ ക്രോസ് ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മൾ വെക്ടറിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ് മോഷൻ ഇൻ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ടാ. പിന്നെന്താണ് എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാലും എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും സെയിം ആണ്. പക്ഷെ അവിടെ എ ബി സൈൻ തീറ്റ ആണ്, അത് എ ക്രോസ് ബി ആണ് സെയിം. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താടാ പി ക്രോസ് ഇ എന്നുകൂടി എനിക്ക് എഴുതിക്കൂടെ. പി ക്രോസ് ഇ എന്ന് എനിക്ക് എഴുതിക്കൂടെ. പി ക്രോസ് ഇ എന്ന് എഴുതിക്കൂടെടാ. പി ഇ സൈൻ തീറ്റയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. എന്തും കൂടി എഴുതാം. ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താടാ പി ക്രോസ് ഇ. ഇഫ് നോക്കിയേ, ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി, തീറ്റ 0 ആവുകയാണെങ്കിൽ, അതായത് ഈ ആംഗിൾ 0 ആവുകയാണെങ്കിൽ, അതായത് എന്താ സംഭവം, ഈ പെർപെൻഡിക്കുലർ നമ്മൾ നേരെ വെച്ച് ഈ ഒരു ചാർജിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ, ഈ ലൈനിൽ തന്നെ വെക്കുകയാണെങ്കിൽ, അവിടെ ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണെന്നറിയോ, പി ഇ എന്താണ് സൈൻ 0 ഡിഗ്രി ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ് 0 ഡിഗ്രി ആണ്. 0 ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. ഇത് ഇടക്കിടക്ക് ചോദിക്കും. ഇതെന്ത് ചെയ്യും, ഇടക്കിടക്ക് ചോദിക്കും. ഇനി ഇഫ് എന്താണ്, ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിലോ, തീറ്റ നമ്മൾ എന്താണ് 90 ഡിഗ്രി ആക്കുകയാണ്. എന്താണ് തീറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ആംഗിൾ നമ്മൾ എന്തൊക്കെയാണ് പിടിച്ചിട്ട് 90 ഡിഗ്രി ആക്കുകയാണെങ്കിൽ, ഈ രണ്ട് ആംഗിൾ എന്താണ് 90 ഡിഗ്രി ആക്കുകയാണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക, അപ്പൊ എന്താണ് ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താ പി ഇ സൈൻ 90 ഡിഗ്രി. സൈൻ 90 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ പി ഇ ഇൻറ്റു 1 ടോർക്ക് ഇസ് ഈക്വൽ ടു പി ഇ. എപ്പോഴാണ് അപ്പം മാക്സിമം വരിക, പി ഇ വരിക എന്നാണ് മാക്സിമം വരിക. എപ്പോഴാണ് അപ്പം മാക്സിമം വരിക, തീറ്റ എന്താകുമ്പോൾ 90 ആകുമ്പോൾ. തീറ്റ 90 ആയ എന്ത് മാക്സ് ആവും, ടോർക്ക് മാക്സിമം ആവും. തീറ്റ 0 ആയ ടോർക്ക് 0 ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കാതെ ലൈനിലെടുത്തത്. ഇനി ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് അനുഭവപ്പെടില്ല, ഫോഴ്സ് അനുഭവപ്പെടില്ല, പക്ഷെ ടോർക്ക് ഉണ്ടാവും. പക്ഷെ നോൺ യൂണിഫോമിൽ വെച്ചാലോ, അവിടെ അങ്ങനെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ എന്തുണ്ടാവും, അവിടെ ടോർക്കും ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ എന്താണ് ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങളിതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ നോട്ട് എന്ത് ചെയ്യും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ പോയി കാണാം. സോ ഇത്രയേ ഉള്ളൂ. ബായ്. എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്താ ഞാൻ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. സോ ബൈ.